ആർക്കാണ് നിർഭയത്വം? ഈമാനിൽ ദുൽമ കലർത്താത്തവർ. അതൊരു വല്ലാത്ത പ്രയോഗവുമാണ്. ഈമാനിൽ ദുൽമ കലരുക. വലിയൊരു പായസച്ചെമ്പിൽ ഒരു വിഷത്തിന്റെ കുപ്പി കലർന്നാൽ എങ്ങനെ ഉണ്ടാവും? കുപ്പി അതിൽ വീണു, അതിൽ വിഷമുണ്ട്. അപ്പൊ ആ പായസം കംപ്ലീറ്റ് ഉപേക്ഷിക്കും. അപ്പൊ അവിടെ ഒരാൾ നിന്നിട്ട് അതിൽ അണ്ടിപ്പരിപ്പില്ലേ, ബദാമില്ലേ, പിസ്തല്ലേ, അതില്ലേ, ഇതില്ലേ, പാലൊഴിച്ചിട്ടില്ലേ, പഞ്ചസാരല്ലേ എന്നൊന്ന് ചോദിച്ചാൽ ആ പായസത്തിന് ആരും കുടിക്കാറില്ല. അതുപോലെ ഈമാനിൽ ദുൽമ കലർന്നാൽ അതൊരു വല്ലാത്ത പ്രയോഗമല്ലേ അല്ല പറഞ്ഞത്? എന്താണ് ദുൽമ? എന്റെ പൊന്നു മോനെ, ഇന്ന ശിർക്കൽ അദീം. മോനെ, ഏറ്റവും വലിയ ദുൽമ ശിർക്കാണ്. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം 13-ാമത്തെ വചനം. മോനെ, ഏറ്റവും വലിയ ദുൽമ ശിർക്കാണ്. ഇത് ശരിക്കും പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു നൂലിയ വ്യത്യാസത്തിലാണ് ശിർക്കും തൗഹീദും വേർതിരിക്കുക. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതിന് കാലം സാക്ഷി, കേരളം സാക്ഷി, മുസ്ലിം സംഘടനകൾ സാക്ഷി, നാം ഓരോരുത്തരും സാക്ഷി. അതുകൊണ്ട് തന്നെ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. അപ്പൊ നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ടത് ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഒരാൾക്കൊരു കളവ് പറ്റി, അല്ലെങ്കിൽ ഒരാൾ മോഷ്ടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഒരാൾ മോഷ്ടിച്ചു. അപ്പൊ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ഒരാൾ മോഷ്ടിച്ചാലും സ്വർഗത്ത് പോകുമോ? റസൂൽ പറഞ്ഞു പോകും. വ്യഭിചരിച്ചാലും പോകും, ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. ശിർക്ക് ചെയ്താലോ? ശിർക്ക് ചെയ്തിട്ട് ഇതൊന്നുമില്ല. ശിർക്കല്ലാത്ത എന്തൊക്കെയോ പാപം ചെയ്താലും ശിർക്ക് ചെയ്ത് ഒരുപാട് നന്മയുണ്ട്. ഒരു കാര്യമായി ഏതുകൊണ്ട് ചെറിയ ഉദാഹരണം കൊണ്ട് പറയാം. നമ്മുടെ ഇവിടെ ഈ നാട്ടിലെ ഏറ്റവും സ്വാത്വികനായ ഒരു മനുഷ്യൻ, എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരാളാണ്. അയാളുടെ പേരിൽ ഒരാൾക്കും ഒരു അപാകതയും ഒരു തെറ്റുമൊന്നും പറയാനില്ല. പഠിപ്പിലൊക്കെ ഏറ്റവും മുന്നിലാണ്, നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം പാസ്സായിട്ടുണ്ട്, ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇയാളെ പെട്ടി നിറയെ ഈ കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് അയാളെ ഗൾഫിൽ പോകുക. കോഴിക്കോട് എയർപോർട്ടിൽ വന്നു. നമ്മൾക്ക് അവരെ കൊണ്ടാക്കാൻ വേണ്ടി കുറച്ച് ആളുകളൊക്കെ പോയി. എയർപോർട്ടിലെ മെയിൻ ഡോറിൽ സെക്യൂരിറ്റി നിൽക്കും, പോലീസുകാർ നിൽക്കും. അപ്പൊ അവിടെ ചെന്നപ്പോ ഇയാളെ കയ്യില് എല്ലാ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. യാത്ര പോകാൻ അതൊക്കെ ഇയാൾ കാണിക്കുന്നുണ്ട് സെക്യൂരിറ്റിന്. എല്ലാം അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇയാൾ നല്ലൊരു അറിവുള്ള ആളാണ്, വലിയ മനുഷ്യനാണ്, ഒക്കെയാണ്. പക്ഷെ അവര് പറഞ്ഞു പോകാൻ പറ്റില്ല, എയർപോർട്ടിൽ കിടന്നിട്ട് ഗൾഫിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ചോദിച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലേ? എല്ലാം ഉണ്ടല്ലോ, ഞാൻ നാട്ടിൽ ഏറ്റവും അറിയുന്ന ആളാണ്, ഈ നാട്ടിൽ മുഴുവൻ അയാൾ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് എല്ലാവരും അവിടെ ചെന്നു. ഇയാൾ ഒരു കുറ്റം ചെയ്യാത്തതാണ്. ഇയാൾ എങ്ങനെ നിങ്ങൾ ഏത് എയർപോർട്ട് കടത്തിട്ടാലും ഒരു അപാകത ഒരു രാജ്യത്തിന് ഒന്നിനും വരുത്തൂല. എല്ലാവരും ആണയിട്ട് പറഞ്ഞു. സെക്യൂരിറ്റി പറഞ്ഞു കൊന്നാ പറഞ്ഞിട്ടില്ല. ചോദിച്ചാൽ എന്ത് ചെയ്യുന്നു? പാസ്പോർട്ടില്ല. പാസ്പോർട്ടില്ല, ബാക്കി എല്ലാം ഉണ്ട്, പോവും. അതേപോലെയാണ് തൗഹീദ്. സാധാരണഗതിയിൽ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്ന സ്വർഗത്തിൽ ഗാന്ധിജി ഉണ്ടാകണോ? ആരെയും പറഞ്ഞേ? ഒരാൾ പറഞ്ഞില്ലല്ലോ അല്ലേ? പഠിത്ത് പ്രസംഗിച്ച വലിയ രാഷ്ട്രീയക്കാരൻ. അയാൾ ഗാന്ധിജിനെയും പഠിച്ചിട്ടില്ല, അയാൾ സ്വർഗത്തെയും പഠിച്ചിട്ടില്ല. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അയാൾ ഈ ഗാന്ധിജിനെ പറ്റി ഞാൻ ശരിക്കും പഠിച്ചപ്പാണ് അയാൾ സ്വർഗത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ആ സ്വർഗത്തിന് എന്ത് രസമുള്ളത് ഇവൻ ചോദിക്കുന്നത്. അപ്പൊ ഗാന്ധിജിനെ പറ്റി പഠിച്ചിട്ടില്ല. തങ്ങൾ ചോദിക്കാൻ എന്താ മൂപ്പര് പ്രൊഫസർ അല്ലേ, നിങ്ങൾ എന്താ പടായി പറയുന്നത്? മൂപ്പർക്ക് അത്ര ഇൽമുണ്ടോ? മൂപ്പർക്ക് ഇൽമിക്ക് ഉണ്ടാവില്ല, പക്ഷെ വകതിരിവുണ്ട്. വകതിരിവ് വ്യത്യാസം, അറിവ് തിരിച്ചറിവ് കണ്ട. ഗാന്ധിജി മരിക്കുമ്പോ പറഞ്ഞ വാചകം എന്താ? ഹരേ റാം ഹരേ റാം ഹരേ റാം. സ്വർഗത്ത് പോകും. മരിക്കുമ്പോ വെടിയുണ്ട ഏറ്റവും മരിക്കുമ്പോൾ പോലും അത് പറയുമാർ അയാളെ കൽബിൽ അയാളെ പ്രതിഷ്ഠിച്ച വിശ്വാസം എന്താണ്? സാധാരണ നമ്മള് വെടികിട്ടി മരിക്കുമ്പോൾ ചില മുസ്ലിം ഭടന്മാരിൽ ആയിരാളുള്ള ഉറക്കച്ചെല്ലി മരിക്കും. അപ്പൊ ദഹനം ചെന്നാൽ സ്വർഗത്തിലാണ്. എന്നാല് ഹരേ റാം ഉറക്കച്ചെല്ലി മരിക്കുന്നത് വരെ അത് ചെല്ലി ചെല്ലി എന്ന് മരിച്ച ഒരാളോ? ചിന്തിക്കാൻ പറ്റും. അത് മാത്രം ചിന്തിച്ചാൽ ഗോഡ്സെ വെടിവെക്കും അദ്ദേഹം പറഞ്ഞ ഹരേ റാം. അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല സ്വർഗത്ത് പോയി. അദ്ദേഹം സ്വർഗത്ത് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല, ആയിരായില്ലെന്നല്ല പറയുന്നത്, ദഹനം ചെന്ന അതുകൊണ്ടില്ല. അപ്പൊ ഒരുപാട് പുണ്യുണ്ട് എന്നുള്ളതല്ല സ്വർഗത്ത് വേണ്ട മാനദണ്ഡം. ഈമാനിൽ ദുൽമ കലരാതിരിക്കണം. ഞാൻ ഖുർആന്റെ വചനം പറഞ്ഞു, 6-ാം അധ്യായം 82-ാമത്തെ വചനത്തിൽ പറഞ്ഞു, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്തവരാലോ. ഈ ആയത്തിൽ ദുൽമ എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് എവിടെ നിന്ന് കിട്ടി? ദുൽമ എന്നുള്ള പദം ഒരുപാട് സ്ഥലത്തുണ്ട്. ഇവിടെ എങ്ങനെ കിട്ടി? സ്വഹാബത്ത് ചോദിച്ചു നബിയോട്, നബിയെ വല്ല ദുൽമ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? എന്തെങ്കിലുമൊക്കെ ദുൽമ ചെയ്യാത്തവര്? അപ്പൊ റസൂൽ പറഞ്ഞു, ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ച ദുൽമ എന്താണ് എന്ന കൃത്യമായ വിവരണമാണ്. ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ച ദുൽമ ഇന്ന ശിർക ലദുൽമുൻ അദീം, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ്. ശിർക്ക് എന്ന് എന്താണ്? നമ്മുടെ അവർക്ക് ശിർക്ക് എന്ന പത്തിന്റെ അർത്ഥം പോയി. ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിമാർക്ക് പോലും അർത്ഥം. പിന്നെന്താ ചെയ്യാ? ശിർക്ക് എന്നുള്ള പത്തിന്റെ അർത്ഥം അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ. അതിന് ഏറ്റവും ഗൗരവമായ കാര്യം, നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഈമാനിൽ ദുൽമ കലരുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത്, നമ്മളിപ്പോ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് ശിർക്കില്ല, ഒരു സമുദായത്തിന് ശിർക്കില്ലെങ്കിൽ അവരുടെ പേരിൽ ശിർക്കോ കുഫ്റോ ആരോപിച്ചാൽ
ആരാണോ ആരോപിച്ചത് അവരിലേക്ക് അത് മടങ്ങിപ്പോകും. അത് മടങ്ങി കേരളത്തിൽ തുറന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റി. സ്റ്റേറ്റ് സെക്രട്ടറി നിലവിൽ കൊടുത്തുന്നു. ഈ ആരോപണം ശിർക്ക് ആരോപിച്ച ആ ടീമുണ്ടല്ലോ, ആ ടീമിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി നിലവിൽ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തെറ്റില്ല. അതേ സ്റ്റേറ്റ് നേതാവ് വേറെ സ്റ്റേറ്റ് നേതാവ് എന്ത് ചെയ്തു? ചർച്ചിൽ പോയിട്ട് മൈത്രി കത്തിച്ചു. ചെറുക്കിന്റെ വിശ്വാസം അമ്പലത്തിൽ കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താണ്? തിരിച്ചൊരൊറ്റ കുട്ടിനെ കാണിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്തേ. പോലെ ആരോപിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാളെ കാണിക്കാം. അമ്പലത്തിൽ പോയി ഇങ്ങനെ ഇരുന്നു, ഞാൻ ഇരുന്നുണ്ട്. ഒരാളോ ഇരുത്തിലാണ് നിലത്ത് വെച്ച് എല്ലാവരും എണീറ്റ് കത്തി, ഞാൻ ഒഴികെ. എന്താ തൗഫീഖ് ഉണ്ടായി? തൗഫീഖ് ഉണ്ടായി എന്താ പറയുന്നത്? നമ്മൾ ശിർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ആരെ ചെയ്ത് മറുഭാഗം ചെയ്തു എന്ന് പറഞ്ഞാൽ റസൂലിന്റെ പ്രവചനം പുലർന്നു. ശിർക്കില്ലാത്ത ഒരു സമുദായത്തിൽ നേരെ ശിർക്ക് ആരോപിച്ചാൽ ആരോപിക്കുന്നവരുടെ നേരെ ശിർക്ക് മടങ്ങും. അത് നിറഞ്ഞ കണ്ണോടെ നമ്മൾ കണ്ടു. എന്നിട്ട് നമുക്കൊരു സംതൃപ്തി കുറവ്, എനിക്ക് എന്തെങ്കിലും അപാകത പറ്റിയിട്ടുണ്ടോ അല്ലെ ആലോചിക്കുക. റസൂൽ പറഞ്ഞതിൽ അപാകത വരുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയും ആരാണ് ശിർക്ക് ആരോപിച്ച് അവരിലേക്ക് മടങ്ങും. മടങ്ങി നമ്മൾ കണ്ടു കേരളത്തിൽ. ഇനിയും കാണാനിരിക്കുന്നു പലതും. അതുകൊണ്ടാണല്ലോ അറബി കോളേജിൽ ശിർക്കിന്റെ ചിഹ്നമായിട്ട് ഇതൊക്കെ ഉണ്ടായത്. വരും, അതും വരും, ഇല്ല അപ്പുറം വരും. അത് കണ്ടിട്ടേ നമ്മൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇതൊക്കെ കാണേണ്ടി വരും. പച്ച ശിർക്ക് കാണേണ്ടി വലിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പച്ച ശിർക്ക് ചെയ്യുന്നത് നിറഞ്ഞ കണ്ണുകളോടെ നമ്മൾ കാണേണ്ടി വരും. റസൂലാ പറഞ്ഞത് ഒരാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ഗൗരവമായി കാണേണ്ടത് ശിർക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് വിശുദ്ധി, തൗഹീദിലെ മഹാവിശുദ്ധി. അതിൽപ്പെട്ട ഒരാൾ ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചു. വിളിയിടാലാത്തവൻ ലാത്തേന്ന് വിളിക്കുകയും വിളിക്കൂല അല്ലാഹു അഹദ്. വിശ്വാസത്തിൽ വിശുദ്ധി ഉണ്ടോ? ഇക്രിമ റളിയല്ലാഹു തആല അൻഹു അബൂജഹലിന്റെ മോനാ. അബൂജഹലിന്റെ മോനായിരിക്കുന്ന കാലത്ത് വലിയ മഹാന്മാരൊക്കെ വിളിച്ച് ദുആ ചെയ്ത മനുഷ്യനാണ് ഇക്രിമ. മാത്രമല്ല ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് കപ്പലിൽ കയറിയാണ്. പക്ഷെ കപ്പലിൽ കയറിയപ്പോ കപ്പൽ ആടി ഉലഞ്ഞു. മുങ്ങിപ്പോ കപ്പിത്താൻ വിളിച്ചു പറയുന്നത് അള്ളാഹിനോട് ദുആ ചെയ്തോളി. അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ പകഞ്ഞു മാറ്റിയിട്ട് അത് വലിയൊരു കൗതുകമായി. ഞങ്ങൾക്ക് ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഇക്രിമ റളിയല്ലാഹു അൻഹു മുന്നോട്ട് ഇങ്ങനെ ആളുകളൊക്കെ എന്താ പറഞ്ഞു ചോദിച്ചു. അള്ളാഹിനോട് തെളിക്കോളി. പക്ഷേ ഏതല്ലാഹിനോട്? മുഹമ്മദ് നബി പരിചയപ്പെടുത്തി അള്ളാഹിനോട് തെളിക്കോളി. അപ്പൊ ഇക്രിമ ചോദിച്ചു, അബൂജഹലിന്റെ മോൻ ചോദിക്കണേ. അബൂജഹലിന്റെ മോൻ ചോദിച്ചു, അല്ല കടലിൽ ഏറ്റവും ഭയചകിതമായ ഘട്ടത്തിൽ ആഴമേറിയ കടലിൽ നിന്ന് രക്ഷിക്കാൻ ഈ പറഞ്ഞ ഔലിയാക്കൾക്കൊന്നും കഴിയൂലേ? അപ്പൊ കപ്പിത്താൻ പറഞ്ഞു കഴിയില്ല. അത് മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹ് മാത്രമേ കഴിയൂ. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്കൊരു കാര്യം കേൾക്കണം. ഈ കടലിൽ നിന്ന് നമ്മൾ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ കരയെ ചെന്നാൽ മുഹമ്മദ് നബിയുടെ മതം സ്വീകരിക്കും. അപ്പൊ ഞാൻ കരയിലും അള്ളാഹിനെ വിളിക്കും, കടലിൽ ഞാൻ അള്ളാഹിനെ വിളിക്കും. ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത ഒരു ലാത്തയെയും മുസയെയും മനാത്തയെയും വിളിക്കൂല. നമ്മുടെ നാട്ടിൽ അബൂബക്കറിന്റെ അല്ലെ അബൂബക്കറിന്റെ മുമ്പ് വിളിക്കുന്നത് നോളജ് സിറ്റിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോ ബദരീങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ പ്രതിസന്ധികൾ നീങ്ങി. അപ്പൊ അബൂജഹലിന്റെ പഴയ മോനല്ലേ ഇക്രിമ, അതാണ് സാധനം, മാറിയിട്ടില്ല. അല്ല ഒരു ഇഞ്ച് മാറിയിട്ടില്ല. അതിനേക്കാൾ അപകടകരമാണ്, ഭയാനകരമാണ്. കേരളത്തിലെ സമുദായത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വെരി ഡേഞ്ചറാണ്. നമ്മൾ സാധാരണയായി ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അഖീദ വളരെ ക്ലിയർ ആക്കിയിട്ട് വെക്കണം. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥനയാകുന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്ന് സൃഷ്ടിയിൽ ഏതെങ്കിലും ഒരു ശക്തിയോട് നടത്തിയാൽ അത് ദുആ നടത്തിയാൽ അത് അവർക്കുള്ള ഇബാദത്താണ്. അത് മലക്കിനോടായാൽ മലക്കിനുള്ള ഇബാദത്താണ്, അത് ജിന്നിനോടായാൽ ജിന്നിനുള്ള ഇബാദത്താണ്, അത് അമ്പിയാക്കോടായാൽ അമ്പിയാക്കുള്ള ഇബാദത്താണ്. കാര്യകാരണ ബന്ധത്തിന് അതീതമായി അത് പറയാനാണ് അഭൗതികം എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അങ്ങനെ രണ്ട് പദങ്ങളല്ല ഇത്. കാര്യകാരണ ബന്ധത്തിന് അതീതമായി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി കൊടുക്കാൻ പറയുന്ന വാചകമാണ് എന്ത്? അഭൗതികമായി. അതിൽ ഭൗതികതയില്ലാന്ന്. അപ്പൊ നിങ്ങളോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് അദൃശ്യവും അഭൗതികവും ഗുരുതരമായ തെറ്റാണ് ആ പദം. ഗുരുതരമായ തെറ്റാണ് ആ പദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ആ പദം. അപ്പൊ പറഞ്ഞിട്ടില്ലേ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവും. അദൃശ്യം എന്ന് പറഞ്ഞാൽ മതി, അഭൗതികം എന്ന് പറയുന്നത് അങ്ങനെ സംഗതിയില്ല. ഒന്നുകിൽ മലയാളം അറിയാത്തത് അല്ലെങ്കിൽ ദീൻ അറിയാത്തത്, രണ്ടാലും പ്രശ്നമാണ്. അഭൗതികം എന്താണ്? അഭൗതികം എന്ന പദത്തിന്റെ അർത്ഥങ്ങൾ എന്താ മനസ്സിലാക്കി? അഭൗതികം തന്നെ എന്താ അർത്ഥം? അതിനൊരു അർത്ഥം ഉണ്ടാവില്ല. അഭൗതികം തന്നെ എന്താ അർത്ഥം? വെരി സിമ്പിൾ, ഭൗതികമല്ലാത്തത്. ഭൗതികമല്ല. സൃഷ്ടികളൊക്കെ എന്താണ്? ഭൗതികം. ജിന്നിനെ സൃഷ്ടിച്ച് എന്തുകൊണ്ടാണ്? ഭൗതിക വസ്തു കൊണ്ടാണോ? ആണോ? ഭൗതിക വസ്തു കൊണ്ടാണോ സൃഷ്ടിച്ചത്? ഭൗതിക വസ്തു കൊണ്ട് സൃഷ്ടിച്ചൊരു വസ്തു ഇങ്ങനെ അഭൗതിക എനിക്കും പറഞ്ഞ എനിക്ക് മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് ഭൗതിക വസ്തു കൊണ്ടാണ്. ഭൗതിക വസ്തു കൊണ്ട് സൃഷ്ടിച്ചൊരു വസ്തു അഭൗതികം എന്നാണ് അല്ലേ? അഭൗതികം അഭൗതികമായി ഇടപെടാനുള്ള കഴിവ് സൃഷ്ടികൾക്ക് ആർക്കില്ല. അതുകൊണ്ടാണ് പിന്നീട് മദനി തൗഹീദിന്റെ ജീവൻ എഴുതിയപ്പോ പറഞ്ഞത് അഭൗതികം എന്ന് അള്ളാഹിനെ പറ്റി അല്ലാതെ ഒരു മഖ്ലൂഖിനെ പറ്റി പറയാൻ പറ്റില്ല. അഭൗതികം വിവരമില്ലായ്മയാണ്. ഇനി ജമിയത്തുൽ ഉലമ 1000 ജമിയത്തുൽ ഉലമ പൊള്ളന, മനസ്സിലായോ? ഒന്നും പഠിച്ചിട്ടില്ല. അഭൗതികം എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലായിക്കോളെ, ഭൗതികമല്ലാത്ത സൃഷ്ടികളും ഭൗതികമാണ്. ഒരു സൃഷ്ടിയും എന്തല്ല അഭൗതികമല്ല. അദൃശ്യം എന്ന് പറയാ. അദൃശ്യം എന്ന് പറയുന്നത് കണ്ണ് കാണാത്തത്, അത്രയും അതും തന്നെ ആപേക്ഷികവുമാണ്. അഭൗതികം എന്ന് പറഞ്ഞാൽ പടച്ചോൻ. അതുകൊണ്ടാണ് പിന്നീട് എന്ത് പറഞ്ഞത്?
കാര്യകാരണബന്ധത്തിന് അതീതമായി അഭൗതികമായി അഭൗതികമായി ആ അഭൗതികം എന്ന് പറഞ്ഞാൽ അള്ളാഹു അഭൗതികമായി ഇടപെടാൻ ആർക്കേ കഴിയൂ? മനുഷ്യന്റെ ജീവിതത്തിൽ അഭൗതികമായി ഇടപെടാൻ അള്ളാഹുവിനെല്ലാം ഒരു മഖ്ലൂക്കിനും സാധ്യമല്ല. ജിബ്രീലിന് സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. മനസ്സിലായോ? ഒരു ചിറക് കൊണ്ട് ഒരു രാജ്യത്തെ എടുത്ത് അടിച്ചാലാണ് ജിബ്രീൽ. 600 ചിറകുകളിൽ ഒരൊറ്റ ചിറക് കൊണ്ട് സദോം നിവാസികളെ ഇങ്ങനെ തോണ്ടിയെടുത്തിട്ട് അങ്ങനെ തിരിച്ചടിച്ച് തന്നെ പോരാട്ടടിക്കണമായിരിക്കും കല്ലുമേൽ. ആ കഴിവ് ഭൗതികമാണോ അഭൗതികമാണോ? കഴിവ് ഭൗതികമാണോ അഭൗതികമാണോ? അഭൗതിക കഴിവ് ജിബ്രീൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ശിർക്കായി. ജിന്നിന് അഭൗതിക കഴിവുണ്ട് എന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ ചെല്ലു പറയുന്നു. ഒരു ശിർക്ക് ചെയ്തു, ഒരു ശിർക്കിന്റെ പ്രസ്ഥാനമാണ്, തൗഹീദിന്റെ പ്രസ്ഥാനമല്ല. പക്ഷെ ചെറിയ കാര്യമല്ല, നിസാരമായ കാര്യമാണെന്ന് ഒരിക്കലും കരുതണ്ട. നല്ലോണം മനസ്സിലാക്കി. അതിസൂക്ഷ്മമായ നിലക്ക് തൗഹീദിലാണ് നമ്മൾ. ഒരു ഈ ചായപ്പൊടിയില്ലേ ചെറുത്, അത്തരി ശിർക്കിന്റെ അംശമില്ലാത്ത കേരളത്തിലെ ഏക വിഭാഗമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ബാക്കിയൊക്കെ പറഞ്ഞ തുൽമ കലർന്നവരാണ്. അല്ല, അക്കീദ പൊളിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ AP സുന്നികൾ പറയുന്നത് എന്താ? നെല്ലിക്കുത്ത് ഉസ്മാനി മുസ്ലിയാരാണ് തൗഹീദ് സമഗ്ര പഠനം എന്ന പുസ്തകം എഴുതി. ആ എഴുതിയ മനുഷ്യൻ എന്താ പറയുന്നത്? മലക്ക് അഭൗതികമാണ്, മലക്കിന്റെ സഹായം കാര്യകാരണ ബന്ധത്തിന് ഉള്ളിലുള്ളതല്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്, അഭൗതികമാണ്, മലക്ക് നമ്മളെ സഹായിക്കും എന്നുള്ള പറയുന്നുണ്ട്. ആ വിശ്വാസമാണ് അനീസ്കായി കൊടുക്കുന്നത്. ആ വിശ്വാസമാണ് TP അബ്ദുള്ളൊക്കെ വന്നിരിക്കുന്നത്. ആ വിശ്വാസമാണ് മർക്കസിന്റെ അവക്കാറ്റുള്ളത്. നെല്ലിക്കുത്ത് ഉസ്മാനി മുസ്ലിയാരുടെ വിശ്വാസം അത് ഇസ്ലാമല്ല. നെല്ലിക്കുത്ത് ഉസ്മാനി മുസ്ലിയാരുടെ വിശ്വാസം ഇസ്ലാമാണെങ്കിൽ ഫുൾ ഇസ്ലാമാണ്. നെല്ലിക്കുത്ത് ഉസ്മാനി മുസ്ലിയാർ സമ്പൂർണ്ണ ഇസ്ലാമാണ്. ആണെന്നാണ് വാദമെങ്കിൽ അത് ഒന്നാണ് പറയുന്നത്. അത്രയും ക്ലാരിറ്റി വരുത്തിയത് ജീവിതത്തിൽ നമ്മളിപ്പം. ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പബ്ലിക് ഹോസ്പിറ്റൽ നമ്മുടെ ഹറമിൽ ചെന്നു, കാബാലയിൽ ചെന്നു, അവിടെ ഉംറ നിർവഹിച്ചു. അപ്പൊ നമ്മളിങ്ങനെ മരുഭൂമി എന്ന് കാണാൻ പോയി. അപ്പൊ മരുഭൂമിയിൽ എവിടെ പോയാൽ ഒറ്റപ്പെട്ടു പോയി. അത് ജിന്നെ സഹായിക്കണേന്ന് പറയോ? നിങ്ങൾ പറയോ? ആരെങ്കിലും പറയോ? നിങ്ങളാരെങ്കിലും പറയോ? നിങ്ങൾ ആരെങ്കിലും പറയോ? മുജാഹിദ് ബാലുശ്ശേരിന്റെ പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ മരുഭൂമി ചെന്നപ്പോ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജിന്നിനെ വിളിച്ചത് ഞങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പറയോ? ഒരാളെ കൊണ്ടിരുന്നത്, ഒരാളെ നേരെ വെച്ചത് നെല്ലിക്കുത്ത് ഉസ്മാനി മുസ്ലിയാരുടെ പ്രസംഗം അൻഷാദ് ഹസന്റെ പ്രസംഗം കേട്ടിട്ട് CM ഊരിന് 1000 വട്ടം വിളിക്കുന്ന 1,00,000 ആളുകളെ ഞാൻ ഹാജരാക്കി തരാം. ഒരാളെ മരുഭൂമി ചെന്ന് പെട്ടാൽ ജിന്നിനെ വിളിക്കുന്ന മുജാഹിദ് പെട്ട ഒരാളെ കാണിക്കാൻ കഴിയില്ല. അപ്പൊ ഈ പച്ച നുണയും പറഞ്ഞ് ഈ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പറഞ്ഞുതരാം. വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തുൽ സമറിലെ 65-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ പറയുന്ന വളരെ കാതലായ ഒരു വശം എന്താണെന്നറിയാം? വളരെ ക്ലിയർ ആയ ഒരു വശം. നിന്റെ മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൽ പങ്കു ചേർത്താൽ എന്ന് പറഞ്ഞാൽ ഈമാനിൽ കലർന്നാൽ സകല അവൻ വലിയ നഷ്ടക്കാരായിട്ടാണ് പരലോകത്ത് വരിക. ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പോറ്റിട്ട് കാര്യമില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അത്രയും ഗൗരവപ്പെട്ടതാണ് ഷിർക്ക് വരുന്നത്. സൂക്ഷിക്കാനുള്ളത് ഒരു ഉദാഹരണം പറയും. ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക്, വലിയ ഷിർക്ക്, അല്ലെങ്കിൽ കുഫ്റുൻ ദൂന കുഫ്റുൻ. അപ്പൊ മുനാഫിക്കുണ്ട്, ചെറിയ മുനാഫിക്കുണ്ട്, ഡെപ്തിലുള്ള മുനാഫിക്കുണ്ട്, അങ്ങനെ കണ്ടോ വലിയ മുനാഫിക്കുകളുണ്ട്. അതിനൊക്കെ ഏറ്റവും വലിയ അടയാളം കൊണ്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ കേരളത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കും. മുനാഫിക്കുകൾ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. ചിലപ്പോൾ താടി ഉണ്ടാവും, ചിലപ്പോൾ തൊപ്പി ഉണ്ടാവും, പക്ഷെ ആള് ഡെപ്തിലെ മുനാഫിക്കാണ്. വിശ്വസിക്കാൻ പറ്റില്ല. എവിടെ നിന്നാലും കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അവരെ കുറിച്ച് ചീത്ത അറിയുന്നത് കൊരങ്ങൻ ദർശനം. അതിന് കൊരങ്ങൻ ദർശനം എന്ന് പറയും. മനസ്സിലായോ? എന്താ ഒരു കൊമ്പ് എടുത്ത് ആ കൊമ്പൽ ഇങ്ങനെ ഇരിക്കും കുറെ സമയം. സേഫ്റ്റിയായിട്ട് അവിടെ ഇങ്ങനെ ഒറ്റ ചാട്ടാണ് കൊമ്പിലേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് ഈ കൊമ്പിനെ നോക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് ചാടി പത്തൊമ്പതിലേക്ക് പപ്പയിലിരുന്ന കൊമ്പിന് നോക്കി പല്ല് വിളിക്കും. ഇങ്ങനത്തെ ചില ആൾക്കാരില്ല. അത് റസൂലിന്റെ പ്രവചനമാണ്. രാവിലെ 3 പ്രദോഷത്തിൽ മുനാഫിക്കും കാപ്പും കഴിഞ്ഞു. റസൂൽ പ്രവചിച്ചവന് റസൂൽ അത്രമാത്രം തന്നെ പ്രവചിച്ചത്. പണ്ഡിതന്മാരിലെ ആകാശത്തിന്റെ ചുവട്ടിലെ നീചന്മാർ അവർക്കിടയിൽ പണ്ഡിതന്മാരായി തീരുന്ന ഒരു കാലം വരും. ഞാനല്ലോ റസൂലാണ്. ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും നികൃഷ്ടം. അപ്പൊ അവിടെയാണ് നമ്മൾ നമ്മുടെ ഈമാനെ പരിശോധിക്കേണ്ടത്. ഈമാനിനെ പരിശോധിക്കാൻ പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല കൂട്ടരെ. എല്ലാ നിലക്കും പിടിവലികൾ ലോകത്തുണ്ടാവും. എനിക്കതിൽ ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നോക്കൂ. കടലിൽ മക്കയിലെ മുശ്രിക്കുകളെ പറ്റി എന്താ പറയുക? ബൗദ്ധൈവ വിശ്വാസികൾ കടലിൽ കപ്പലിൽ യാത്ര പോകുമ്പോൾ, പായക്കപ്പലിൽ യാത്ര പോകുമ്പോൾ ഉപയോഗിച്ച പദം നോക്കും. പർവ്വത സമാനമായ തിരമാലകൾ ആ തിരമാലകൾ വന്ന് അവർ മുങ്ങിപ്പോകുമെന്നൊരു ഘട്ടം വന്നാൽ അല്ല പറയാം. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ അവരെന്ത് ചെയ്യും? അള്ളാഹു പറയുന്നു, ഉള്ളറിയുന്ന പടച്ചതമ്പുരാനെ പറയുന്നത് ഒരു കാപ്യവുമില്ലാതെ അബൂജഹൽ പടച്ചോനെ വിളിക്കുന്നു. അല്ല പറയാം, അബൂജഹൽ കടലിൽ വെച്ച് ഒരാപത്തുണ്ടായ ഘട്ടത്തിൽ ലാത്ത ഒഴിവാക്കി, ഉസ്സയെ ഒഴിവാക്കി, ബദ്ദിനെ ഒഴിവാക്കി, ഇബ്രാഹിം നബിയെ ഒഴിവാക്കി, മറിയം ബീവിയെ വിളിക്കൽ ഒഴിവാക്കി, ബദ് സുവാഖ് യഹൂദ് യഹൂദിനെ മുഴുവൻ ഇലാഹുകളെയും ഒഴിവാക്കി അവർ അള്ളാഹുവിലേക്ക് മാത്രം മടങ്ങി. അവർ ഇഖ്ലാസ് റബ്ബിനെ മാത്രം വിളിച്ചു. ഇനി പറയുന്ന പോയിന്റ് ശരിക്കും ശ്രദ്ധിച്ചോ കേട്ടോ. അബൂജഹൽ
മക്കയിലെ മുശ്രിക്കുകൾ അല്ലേ പറയുന്നത്, മുഅ്മിനീങ്ങളെ പറ്റിയല്ല പറയുന്നത്. മുശ്രിക്കുകൾ അവർ കടലിൽ മുങ്ങിപ്പോകുന്ന അവർ വിളിച്ചിരുന്നത് പടച്ചോനെയാണെന്നും അത് വളരെ ഇഖ്ലാസോടെയുള്ള വിളിയാണെന്നും. എന്നിട്ട് അള്ളാഹ് എന്താ പറയുന്നത്? കടലിൽ നിന്ന് കരയിലെത്തിയാൽ അവരതാ അള്ളാഹ് പങ്കുചേർക്കും. അപ്പൊ ഞാൻ എന്റെ ചോദ്യം, കടലിൽ വെച്ച് തൗഹീദ് ഉണ്ടായിരുന്നു. അള്ളാഹ് എന്താ പറഞ്ഞ? കടലിൽ വെച്ച് അവർ തൗഹീദിലായിരുന്നു. നല്ലോണം ശ്രദ്ധിക്കട്ടോ. കടലിൽ വെച്ച് അവർ എന്തിലായിരുന്നു? തൗഹീദിലായിരുന്നു. കരയിലെത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? ശിർക്ക് ചെയ്തു. അപ്പൊ എന്താ ശിർക്ക്? കടലിൽ ആരെയാണോ അവർ ഉപേക്ഷിച്ചത് അവരെ വിളിക്കലാണ് ശിർക്ക്. അവരാരെയാ വിളിച്ചത്? നബിയുടെ കാലത്ത് സ്വാലിഹീങ്ങളായ 5 ഔലിയാക്കളെ, സാലിഹീങ്ങളായ 5 ഔലിയാക്കളെ വിളിച്ചവരാരാണ്? മുശ്രിക്കുകളാണ് അള്ളാഹ്. നൂഹ് നബി പറയുന്നതോ 5 ഔലിയാക്കളെ വിളിച്ച കാഫിറുകളെ ഭൂമികത്ത് വിട്ടേക്കരുതേ. അപ്പൊ ഔലിയാക്കളെ വിളിക്കുന്നവരാരാ? തൊപ്പിണ്ട്, താടിയുണ്ട്, സൂര്യസമാന അറിവുണ്ട്, കമറുലമയാണ്, സംശയലമയാണ്, തൊഴിലുണ്ട്. പക്ഷെ വിളിക്കുന്നത് ആരെയാണ്? മരിച്ചുകയല്ല. മരിച്ചുകയലെ വിളിച്ചവനാരാണ്? നൂഹ് നബിന്റെ ഭാഷയിൽ കാഫിറാണ്, അള്ളാഹുവിന്റെ ഭാഷയിൽ മുശ്രിക്കാണ്. എങ്ങനെയുണ്ട്? ചിന്തിക്കും, നല്ലോണം ആലോചിക്കും. അതായത് 5 ഔലിയാക്കളെ വിളിക്കുന്ന ഒരു കാഫിറിനെയും ഭൂമുഖത്ത് വിട്ടേക്കരുത് എന്നാണ് നൂഹ് നബിന്റെ പ്രാർത്ഥന. 71-ാം അധ്യായം 24, 25, 26, 27, 28 വായിക്കും. ഇന്നെടുത്ത് വായിക്കും. 5 ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച സമൂഹത്തെ പറ്റിയാണ് പറയുന്നത്. ആ കാഫിറുകളെ ഭൂമുഖത്ത് വിട്ടേക്കരുതേ. അപ്പൊ യഥാർത്ഥ ഇസ്ലാമിന്റെ ഭാഷയിൽ നിന്ന് ആരാ കാഫിർ? ആരാ? ചിന്തിക്കും. കുറച്ചും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം അത്, പക്ഷേ പച്ചത്തരമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ കഥ. കടലിൽ വെച്ചിട്ട് അബൂജഹൽ വിളിച്ചത് ആരെയാണെന്നാ പറഞ്ഞു? ആരെ വിളിച്ചു പറഞ്ഞു? മനുഷ്യനെ വിളിച്ചു പറഞ്ഞു. അള്ളാനെ മാത്രം വിളിച്ചതില്ലേ? ശരി, ഇബ്രാഹിം ബുഖാരി ഖലീൽ തങ്ങൾ അയാൾ കടലിൽ കപ്പലിൽ പ്രയാസപ്പെട്ട അയാൾ ആരെയും വിളിച്ച് ബദരീങ്ങളെ. അപ്പോഴും ബദരീങ്ങളെയാണ്. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. അബൂജഹലിനാണോ ഈമാൻ കൂടുതൽ? ഖലീൽ തങ്ങൾക്കാണോ ഈമാൻ കൂടുതൽ? ഒന്ന് ധൈര്യമായിട്ട് വായിക്കും. അബൂജഹലിനാണോ ഈമാൻ? അബൂജഹൽ ഈമാൻ അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഈമാൻ നമ്മൾ തുലാസിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഈമാൻ ആരതാ? എന്താ പറയാൻ ഒരു മടി? അതിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു കൊള്ളണോ? പറഞ്ഞോളി, ഓരോരുത്തരും പറയും. ആരെ ഈമാനാ കൂടുതൽ? അബൂജഹൽ. സമ്മതിച്ചോ? നീതിയല്ലേ പറഞ്ഞേ? കാരണം എന്താ? കടലിൽ വെച്ചു അബൂജഹൽ എന്ത് ചെയ്തിട്ടില്ല? ഒരിക്കലും മഹാന്മാരെ വിളിച്ചിട്ടില്ല. പിന്നെ ആരെ വിളിച്ചിട്ടുള്ളൂ? അള്ളാനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നമ്മുടെ ഖലീൽ തങ്ങളോ? കേരളത്തിൽ ഇപ്പൊ വലിയ മുസ്ലിങ്ങളുടെ നേതാവല്ലേ? അപ്പൊ ഇസ്ലാമിക സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ടവരാണ്. ബാലനെ ചന്ദ്രനെ വിളിക്കുന്നതിന് പറയോ ഓരോരുത്തർ നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വന്നതാണെങ്കിൽ പറഞ്ഞിട്ട് അവർക്ക് ഷാത്ത് കലിമ ആവർത്തിച്ച് ചൊല്ലി അവരെ കൊണ്ട് പുതുക്കി ഒരു ഇസ്ലാമാണ്. ശരിയായോ? പെട്ടെന്ന് ദഹിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇതാണ് ഹക്ക്. ഈ ഹക്ക് വിളിച്ചു പറയാൻ ഒരുപാട് ആളുണ്ടാവില്ല ഭൂമുഖത്ത്, കുറച്ചാളുണ്ടാവും. ഞാൻ പറയുന്നത് ഇനി ഇതൊന്നല്ല കഥ. ഇനി ശരിക്കും ഒന്നുകൂടെ ശ്രദ്ധിച്ചു. ആയത്ത് 2 ആയത്ത് 29-ാം അധ്യായത്തിലെ സൂറത്ത് അൻകബൂത്തിലെ ആയത്തും ഈ സൂറത്ത് സുമറിലെ 65 ശരിക്കും ഒന്ന് നോക്കുന്നത്. അതിലെന്താ പറയുന്നത്? കടലിൽ വെച്ച് അള്ളാനെ മാത്രം വിളിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞത് ആ വിളി തൗഹീദാണ്, മാഷാ അള്ളാഹ്. പക്ഷേ ഫലമ്മാ രജാഹും ഇലൽ ബരി, കരയിലെത്തിയാല് അവർ വിളിക്കുന്നത് മഹാന്മാരെയാണ്. ഇനിയോ നമ്മൾ ചിന്തിക്കാം. നമ്മളിവിടെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കേ. ഖലീൽ തങ്ങൾ കടലിൽ പ്രയാസം ഉണ്ടാക്കും വിളിച്ചതാരെയാണ്? ബദരീങ്ങളെ. പ്രയാസം നീങ്ങി കരയിലെത്തിയപ്പോൾ വിളിച്ചാരെയാണ്? അപ്പൊ അബൂജഹലാണോ നല്ലത്? എന്നിട്ടും ഇനി എന്റെ ചോദ്യം കുറച്ചുകൂടി പ്രസക്തമാണ്. പിന്നെ എന്തിനെ അബൂജഹലിനെ ബദറിൽ കൊന്നത്? അല്ലാത്തൊരു അതായത് അത്ര ഈമാനുള്ള ഒരു മനുഷ്യനെ റസൂലിൽ സാബത്ത് കൂടി കൊന്നത് എന്തിന്? ഞങ്ങളോട് ചോദിക്കാൻ കുറച്ച് തീക്ഷണമായ വിഷയം. ഇതിനെ കൊന്ന് അങ്ങനാണെങ്കിൽ നീ ഈ സാധനത്തിന് നബിയും സാബത്തും കണ്ടില്ലെങ്കിലോ? ഞാൻ 2ാമത് പറഞ്ഞ സാധനത്തിന് കടലിൽ കരയിൽ വെച്ചിട്ട് കൊല്ലല്ല വല്ലതും ബാക്കി ഉണ്ടാവൂലോ? എങ്കിൽ അതേ നബിയും സാബത്തും സാധനത്തിന് കണ്ടില്ലെങ്കിലോ? ദേഷ്യം ഒന്നുണ്ടായിരുന്നെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടോ? വെറുതെ കിട്ടുന്നല്ല സ്വർഗം. വെറുതെ ബദർ ഉഹുദ് ഒന്നുണ്ടായത് ഈ ഹക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ല. നമ്മളിത് തെളിച്ച് പറയുന്നില്ല, വിളിച്ചു പറയാം. ഇങ്ങനെ അപ്പൊ എല്ലാണ്ട് പ്രയാസം. ഇങ്ങനെ നേർക്ക് നേരെ പിടിച്ചാൽ കാണുന്നത് അത് തൊട്ട് കാണിച്ചില്ല. ഇത് കുഫറിലാണ്, ഇത് ശിർക്കിലാണെന്നുള്ള പേരെടുത്ത് പറഞ്ഞാൽ കാണിച്ചു വ്യക്തമാക്കി. ജനങ്ങൾ ആ വഞ്ചനയെ രക്ഷിക്കുക. കാരണം ദുനിയാവിൽ ഒരു കൈയും കാലം നഷ്ടപ്പെടുന്ന വഴിയില്ല ശിർക്ക്. അതുകൊണ്ടാണ് അറാബികൾ വന്നു. അറാബികൾ നബിയിലേക്ക് വന്നിട്ട് എന്താ ചെയ്യുന്നത്? കാലത്തിൽ അതൊരു വല്ലാത്ത വാക്കല്ലേ. ഞാൻ എന്റെ വകയല്ലല്ലോ. 49-ാം അധ്യായം സൂറത്ത് ഹുജുറാത്തിലെ 14-ാമത്തെ വചനമാണ്. അതിലെന്താ പറയുക? കാലത്തിൽ അറാബികൾ വന്നിട്ട് പറഞ്ഞു ആമൻ ഞങ്ങൾ മുഅ്മിനീങ്ങളായിട്ടുണ്ട്. 2 പോയിന്റ് അതിലുള്ളത്. റസൂലിന്റെ അടുത്ത് വന്ന് മുഅ്മിനായി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്ന റസൂലെ കള്ളം പറയാണ്. ഒരു കാര്യം മനസ്സിലായി, റസൂലിന് അവരെ ഹൃദയത്തിലുള്ളത് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അത് അള്ളാഹ് അറിയിച്ചു കൊടുക്കാൻ. എന്നിട്ട് അള്ളാഹ് എന്താ പറയുന്നത്? ഈമാനൊന്നും അവരെ ഹൃദയത്തിലില്ല. മുസ്ലിങ്ങളായി എന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, കൂട്ടത്ത് കൂടിക്കോട്ടെ, മുസ്ലിം അതിന്റെ കൂട്ടത്ത് കൂടിക്കോട്ടെ. എന്നിട്ട് അള്ളാഹ് എന്താ കാരണം പറഞ്ഞേ? ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. അപ്പൊ ഹൃദയത്തിൽ ഈമാൻ പറഞ്ഞ എന്താ? ഞാനൊരു ഉദാഹരണം പറയുന്നത് ശ്രദ്ധിച്ചു. എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിൽ ആളുകൾ പറയുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാം. ഞാൻ അബ്ദുൽ സമദ് സഖാഫി എന്നുണ്ട്, കാന്തപുര ഉസ്താദിന്റെ ഒരു ആളാണ്, വലിയ പ്രാസംഗികനാണ്. ശിർക്കെ പ്രസംഗിക്കൂ. അള്ളാഹിനോട് ഇത്രമേൽ നന്ദികേട് കാണിച്ച ഒരു അടിമ ഭൂമുഖത്തിൽ ഓനെ പോലെ പറയാനുണ്ടാവില്ല. അത്രയും വലിയ നന്ദികേട്. എന്താ അങ്ങനെ പറയാം? അവൻ പറയുന്നത് ദുനിയാവിലും ആഖിറത്തിലും
നമുക്ക് എന്ത് ഹൈറുണ്ടോ അത് മുഴുവൻ തരുന്ന സി എം വരാം. എനിക്ക് കുഫറിന് വേറെ എന്തെങ്കിലും വേണോ? എന്താണ്? ദുനിയാവിലും ആഖിറത്തിലും സകല ഹൈർ നമുക്ക് നൽകുന്നത് പടച്ചവനാണെന്നല്ലോ പറയുന്നത്. ആരാണ് പറയുന്നത്? സി എം വരാണോ? ഇത് പ്രസംഗിക്കുന്ന മനുഷ്യന്മാർ ഈ കേരളത്തിലുണ്ട്. എന്നിട്ടും കേരളം തകർന്ന് തരിപ്പണാകാത്ത എന്തറിയോ? 16-ാം അധ്യായത്തിൽ 61 അന്നൊരു കാര്യം പറയുന്നത്, ഈ ദജ്ജാലുകളൊക്കെ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ ഞാൻ അപ്പപ്പോൾ ശിക്ഷിച്ചിരുന്നെങ്കിലും ഈ ഭൂമുഖത്ത് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ മാത്രമല്ല, ഒരു ജന്തുലോകം ഉണ്ടാവില്ലായിരുന്നു. ഞാനൊരു അവധി നിശ്ചയിച്ച് വെച്ചോണ്ടാണ് ഈ പിടുത്തം പിടിക്കാതെ നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനാ പറയുന്നത്. 16-ാം അധ്യായം 61-ാമത്തെ വചനത്തിൽ പറയുന്നത്. സത്യത്തിൽ കേരളമൊക്കെ ഭൂമുഖത്ത് ഉണ്ടാൻ പാടില്ല. ആ ജാതി ദജ്ജാലിൽ ജീവിക്കുന്ന നാടാത്. യൂറോപ്യൻ രാജ്യത്ത് പോലും ഇത്ര നീചമായ ശിർക്ക് പ്രചരിപ്പിക്കുന്ന മണ്ണുണ്ടാവില്ല ഭൂമുഖത്ത്. അത്രയും വലിയ ശിർക്ക് ഇസ്ലാമിന്റെ കെട്ടിടത്തിന്റെ കീഴിൽ ഇസ്ലാമിക സമൂഹം പൈസ കൊടുത്ത് വളർത്തുന്ന ഉസ്താദുമാരെ പഠിപ്പിച്ചിട്ട് ഈ ശിർക്ക് പ്രചരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനെ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. അബൂജഹലിനോട് ചോദിക്കണം, അല്ല ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്നത് ആരാ? ലാത്താണ്, ഉസ്സയാണ്, മനാത്താണെന്ന് അഭിപ്രായം ഉണ്ടോ? ഇല്ല, അത് അല്ലേ. അബൂജഹൽ ആത്മാർത്ഥയ്ക്ക് പറയാട്ടോ, ഖുർആനാ പറയുന്നത് അള്ളയാണ്. പിന്നെ ചോദിച്ചു, നിനക്ക് കേൾവി തന്നത് ആരാ? ലാത്തയും ഉസ്സയും മനാത്തയാണ്? അല്ല, അല്ലേ. നിർജീവാവസ്ഥയിൽ ജീവാവസ്ഥയിലേക്കും ജീവാവസ്ഥയിൽ നിർജീവാവസ്ഥയിലും കൊണ്ടുവന്നാരാണ്? അപ്പോഴും അബൂജഹൽ പറയാണ് ഇതൊക്കെ അഭിപ്രായം എന്നുള്ള കാര്യമാണ്, ഇതൊക്കെ ചെയ്യുന്ന അള്ളയാണ്. ആർക്കറിഞ്ഞൂടാത്ത അബൂജഹലാട്ടോ ചോദിക്കുന്നത്. അടുത്ത വാചകം എന്തറിയോ? വമയ്യുദബ്ബിറുൽ-അംറ, ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണാധികാരം ആർക്കാണ്? തദ്ബീർ. ആരാണ് മുദബ്ബിറുൽ-ആലം? അപ്പൊ അബൂജഹൽ പറയും, എനിക്കൊരു തത്വമില്ല, അത് പഠിച്ചോനാണ്. ഈ അബൂജഹൽ എവിടെയും അബൂബക്കർ എവിടെയും. അബൂബക്കർ ആരെന്ന് മനസ്സിലായല്ലേ? കുറച്ച് പ്രായം. അബൂബക്കർ എവിടെ, അബൂജഹൽ എവിടെ? മുഹമ്മദ് നബി നടുവിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കസേര. അബൂജഹലിനോട്, അല്ല ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാ? അല്ലാഹ്. തമറുല്ലമയോ സൻഫുലമയോ എന്തോ ആട്ടെ, മൂപ്പരോട് ചോദിക്കാം, അല്ലേ ഈ ലോകം മുഴുവൻ നിങ്ങൾ ചിരിക്കാൻ വേണ്ടിയൊന്നുമല്ല. കേരളത്തിന്റെ അവസ്ഥ അത്. കാന്തപുരത്തിന്റെ കൂടെ പോയി എന്റെ നാട്ടിന്റെ അടുത്ത് നിന്ന് 10 മിനിറ്റ് വേണ്ട കാന്തപുരത്തെ, വെറും 10 മിനിറ്റ്. ഇന്നലെ ചെന്നൈയോട് ചോദിച്ചു നോക്കി, ആരാ ലോകം നിയന്ത്രിക്കുന്നത്? ചിറ്റടി മീത്തൽ അബൂജഹലാണോ ഈമാൻ? അബൂബക്കറാണോ ഈമാൻ? നിങ്ങൾ മാവോട് പറയോ? നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ എണീറ്റ് പോയിക്കോളി. പറയാം ആർക്കാണ് ഈമാൻ? അബൂജഹലാണോ ഈമാൻ? ചിറ്റടി മീത്തൽ അബൂബക്കറിന്റെ അനുയായിക്കാണ് ഈമാൻ? പറയാം. എവിടെ എത്തിയിരിക്കുന്ന ഈ സമുദായം നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയോ? അല്ലെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ഹൈർ അംബാനി, ബിൽ ഗേറ്റ്സ് ഒന്നല്ല, ഒരു ബിസിനത്തിന്റെ മെമ്പറാണ്. ഈ ലോകത്ത് പടച്ചോൻ ഒരു മനുഷ്യൻ നിയമത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ നിയമത്ത് പടച്ചോനിൽ ഒരു തരിമ്പ് പങ്ക് ചേർക്കാത്ത, ജിന്നിനെ പങ്ക് ചേർക്കാത്ത, മലക്കിനെ പങ്ക് ചേർക്കാത്ത. ജിന്നിനെയും മലക്കിനെയും പങ്ക് ചേർത്തു. ഇവിടെ ടീം ജിന്നിനെയും മലക്കിനെയും പങ്ക് ചേർത്തു. അള്ളാഹു നവോത്ഥാന പ്രസ്ഥാനം എന്നാ പറയുന്നത്. ഞങ്ങൾ സെൽഫി റാമിൽ പറയും ചെയ്യുന്നു, ജിന്നിനെയും മലക്കിനെയും അള്ളാഹുവിൽ പങ്ക് ചേർന്നു. അതുകൊണ്ട് ജിന്നിനെയും മലക്കിനെയും അള്ളാഹുവിൽ പങ്ക് ചേർക്കാത്ത, ഒരു സൃഷ്ടിയെയും അള്ളാഹുവിൽ പങ്ക് ചേർക്കാത്ത ഒറ്റ വിഭാഗമായി കേരളം മനസ്സിലാക്കി. ചെറിയ കാര്യമല്ല, വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ പറയുന്നത് ഒരു തരിമ്പ് എത്രത്തോളം അമാനമലി പരിഭാഷ രീതിയിലാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ തത്തനെ വളർത്തുന്നുണ്ട്. തത്തനെ വളർത്തി വെച്ചിട്ട് വീടുകളിൽ കള്ളം വന്നിട്ട് തത്ത ഒച്ചുണ്ടാക്കിയത്. തത്തന് അതിൽ ഇങ്ങനെ ചാടി ചിറകൊക്കെ തടിച്ചിട്ട് ഒരാളെ കണ്ടപ്പോ തത്തൊച്ചയും ബഹളവും ഉണ്ടാക്കി. അപ്പൊ കള്ളനെ പിടിച്ചു. വീട്ടുകാർ കള്ളനെ പിടിച്ചു. തത്താ ശബ്ദം ഉണ്ടാക്കിയോണ്ട് കള്ളനെ കിട്ടിയെന്നു. എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് പറയാണ്, തത്ത നീ ഉള്ളത് കൊണ്ട് കള്ളനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വരെ ശിർക്കാണെന്നാണ് അമാന വലിയ. അപ്പൊ വിശ്വാസത്തിന്റെ വിശുദ്ധിയാണല്ലോ നമ്മൾ പറയുന്നത്. മുജാഹിദുകൾ വരെ ശ്രദ്ധിക്കണം. ഒരു നായുണ്ട് വീട്ടിൽ, കള്ളനൊക്കെ വരുമ്പോ പറിച്ചു ചാടാൻ ഒരു നായുണ്ട്. അങ്ങനെ നായ പൊറിച്ച് ചാടിയോണ്ട് കള്ളനെ കിട്ടി. നമ്മൾ പറയാം കൈസർ ഉള്ളതുകൊണ്ട് അതുപോലും പറയരുത് എന്ന് മനസ്സിലായി. അപ്പൊ എത്ര വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ചെരുപ്പിന്റെ വാറ വെക്കാൻ ചോദിക്കേണ്ടത് ആരോടാ? അതുവരെ മടച്ചോക്കെ ചോദിക്കേണ്ടത് അങ്ങനെ ചെരുപ്പിന്റെ വാറം കൊണ്ടുവന്നതാ? അല്ല, അത് കിട്ടാൻ ആവശ്യമായ സൗകര്യങ്ങൾ നാദാ ഒരുക്കി തരണയാണ്. ചെരുപ്പ് നേടി ഇറങ്ങി പഠിച്ചോനെ, ഞാൻ ഉദ്ദേശിച്ച കട അവിടെ ഉണ്ടാകണേ, ഞാൻ ഉദ്ദേശിച്ച ചെരുപ്പ് അവിടെ ഉണ്ടാകണേ. അല്ലാണ്ട് ചെരുപ്പിന്റെ വാറം പൊട്ടിയ ചെരുപ്പിന്റെ വാറം പഠിച്ചോനെ ഇങ്ങോട്ട് ഇട്ടുകൊടുന്ന അല്ല. വീട്ടിൽ ഉപ്പില്ല കറി വെക്കാൻ, അതുവരെ പഠിച്ചോനോട് ചോദിക്കാനാ പറഞ്ഞു. ഒരു ജോലി കഴിഞ്ഞാൽ വേറൊരു ജോലി. നിന്റെ റബ്ബിനോട് ആഗ്രഹം, ജിന്നിനോട് മലക്കിനോട് ഇൻസിനോടും അല്ല, അള്ളാഹിനോട്. അതാണ് തൗഹീദ്. ഈ തൗഹീദിൽ ഒരു തരിമ്പ് മാലിന്യമായി ശിർക്ക് ചേർന്നാൽ അതാണ് അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ. ഈമാനിൽ ദുൽമ കലർന്നാൽ, ഈമാനിൽ ദുൽമ കലർന്നാൽ അത് ശരിക്കും പേടിച്ചോളി. 6-ാം അധ്യായം 82-ാമത്തെ വചനത്തിലെ ദുൽമ, ഇന്ന ശിർക ലദുൽമുൻ അദീം. അപ്പൊ ജീവിതത്തിൽ ഒരിടത്ത് എന്തുകൊണ്ടാണ് എങ്കിൽ എന്നുള്ള പദം പോലും നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ അന്ന് അവിടെ പോയിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന് വരെ ഉപേക്ഷിക്കാൻ പറഞ്ഞത്. ഒരു സംഗതി ഉണ്ടായ പറയേണ്ട തവക്കുലിന്റെ ഭാഗമാണ്. തൗഹീദ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ നോക്കൂ, അബ്ദുൽ സക്കാഫി പറയുന്നത് ഒരു ആമിനത്താത്ത, ഏതോ ഒരു ആമിനത്താത്ത അയാളുടെ പ്രസംഗത്തിൽ നമ്മൾ കേൾക്കുന്നതാണ്. വലിയ സദസ്സിൽ പ്രസംഗിക്കണം. 25 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ചു. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിച്ചത് 25 കൊല്ലം കുട്ടിയില്ലായിട്ട് തഹജ്ജുദ് നിസ്കരിച്ചു. 25 കൊല്ലം പഠിച്ചോന്ന് ചോദിച്ചിട്ട് കുട്ടീനെ കിട്ടില്ല. 25 കൊല്ലവും പഠിച്ചോന്ന് ചോദിച്ചിട്ട് കുട്ടീനെ കിട്ടില്ല. 25 കൊല്ലത്തിന് വെച്ചാൽ അവർ മുറ്റത്ത് നിൽക്കുക. അപ്പൊ സിയമോട് ഒരു അപ്പുറത്തോട് ഇങ്ങനെ നടന്നു പോകും. അപ്പൊ സിയമോട് ചോദിച്ചാൽ, അമിന എനിക്ക് കുട്ടീനെ വേണോ? ഞാനാണ് ഒറ്റ അതി കണ്ണിനാണ്. നമ്മളെ ഭാര്യ മുറ്റത്തെത്തുമ്പോ ഒരു ചെങ്ങ ഉസ്താദ്, പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ കുട്ടീനെ വേണമെന്ന് ചോദിച്ചാൽ അവന്റെ കണ്ണ് പിന്നെ ഉണ്ടാവാൻ പാടില്ല. ഈ കഥ പബ്ലിക്കില് സിയമോട് മോശമായ ഒരാളെ തോന്നുന്നു. മുറ്റത്തുക്കുന്ന പെണ്ണിനും കുട്ടീനെ വേണമെന്ന് ചോദിച്ചാൽ ആളാണ്. എന്നിട്ട് അടുത്ത കഥ എന്താണ്? 25 ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് എനിക്ക് കുട്ടീനെ കെട്ടിയിട്ടില്ല, നിങ്ങൾ എടുത്തില്ല. അങ്ങനെ സിയമോട് ഒരു ഇടപെട്ടി കുട്ടീനെ. എന്താ ഈ പറയുന്നത്?
നേരെ സക്കറിയ നബി അള്ളാഹു പറയുന്നറിയോ? നമുക്കറിയാം വളരെ പതുക്കെ അതാണ് വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, പഠിച്ചോൻ എന്റെ എല്ല് ദുർബലമായിട്ടുണ്ട്, എന്റെ എല്ലുകൾ ദുർബലമായിട്ടുണ്ട്, എന്റെ തലമുടി നിലബാധിച്ച് കത്തിയിട്ടുണ്ട്, എല്ലാം ശരിയാണ്, എന്റെ ഭാര്യ വന്ധിയാണ്, പക്ഷെ വലം നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ആശയറ്റവന, എനിക്ക് നിരാശയില്ല. ഇതാണ് തൗഹീദ്. 19-ാം അധ്യായം, അല്ലാണ്ട് 25 കൊല്ലം പരിഷ്കരിച്ച് 26-ാമത്തെ കൊല്ലം ശൈഖിനോട് ചോദിക്കുന്നതിന്റെ പേരല്ല തൗഹീദ്. മനസ്സിലാക്കുക നിങ്ങൾക്ക്? എനിക്ക് ഖുർആൻ വായിച്ച ഏറ്റവും അത്ഭുതം തോന്നിയൊരു കാര്യമാണ് സൂറത്ത് ആൽ ഇംറാനിലെ ഒരു സമയം. സൂറത്ത് ആൽ ഇംറാനിലെ 36, 37, 38, 38, 39, 40, 42, 43 വരെയുള്ള വചനം ശരിക്കും പഠിക്കേണ്ട ഒരു വചനമാണ്. അവിടെ നമുക്ക് കാണാം, മെഹ്റാബില് മറിയം ബീവിക്ക് അല്ലാഹു വ്യക്തമായ ഫുഡുകൾ, ഭക്ഷണങ്ങൾ, കളികൾ, എന്താ സീസൺ അല്ലാത്ത കാലത്തുള്ള ഫുഡുകൾ. അപ്പൊ സീസൺ അല്ലാത്ത കാലത്തുള്ള ഫുഡുകൾ ഇങ്ങനെ കൊടുത്തൊരു സമയത്ത് സക്കറിയ നബി ചോദിക്കുന്നുണ്ട്, അന്നാലക്കി ഹാദാ, ഇത് എവിടുന്നാണ്? അപ്പൊ കാലം ഇന്ദില്ല, എനിക്ക് റബ്ബ് നൽകിയത്, ഇതൊക്കെ എന്റെ കറാമല്ല, ഇതിന്റെ കഴിവുകൊണ്ടാണെന്നല്ല, മറിച്ച് എനിക്ക് റബ്ബ് തന്നതാണ്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ഖുർആൻ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ്. ശരിക്കും മറിയം ബീവിയുടെ അത്ഭുതമായിരുന്നതെങ്കിൽ സക്കറിയ നബി ആ അത്ഭുത സ്ത്രീയോടല്ലേ ചോദിക്കണ്ടേ? എന്തുകൊണ്ടാണ് അവിടെ വെച്ച് അവിടെ വെച്ച് സക്കറിയ നബി തേടി? അവിടെ വെച്ച് സക്കറിയ നബി തേടി ആരോട്? ഹുനാലിക ദഅ സക്കറിയ, മറിയം എന്നല്ല, ഹുനാലിക ദഅ സക്കറിയ റബ്ബു, റബ്ബിനോട് തേടി. എന്തേ മറിയം ബീവിനോട് മാറ്റി വെച്ചിട്ട് റബ്ബിനോട് തേടിയത്? കാരണം ചോദിച്ചെന്തായിരുന്നു? അന്നാലക്കി ഹാദാ, എവിടുന്ന് കിട്ടി? അത് എന്റെ കഴിവുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ തേടേണ്ട പഠിച്ചോണോടാ. നേരെ മറിച്ച് മറിയം ബീവി എന്തേ പറഞ്ഞ്? കാലത്ത് സീസൺ അല്ലാത്ത കാലത്ത് ഈ ഫ്രൂട്ടൊക്കെ എത്തിക്കാൻ പടച്ചോന് കഴിയുമെങ്കിൽ എന്റെ ഭാര്യ വന്തി ആയിക്കോട്ടെ, എന്റെ തലമുടി നരച്ചോട്ടെ, എനിക്ക് കുട്ടികളെ തരം പടച്ചോന് കഴിയും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹുനാലിക ദഅ സക്കറിയ റബ്ബഹു എന്നാണ് ദുആ ചെയ്തത്. അതിന്റെ അടുത്തായത് എന്താ? ആ മിഹ്റാബിലായിരിക്കെ ഉത്തരം കൊടുത്തു എന്നാണ്. ചിന്തിക്ക്, ആരോട് ദുആ ചെയ്തു? നമ്മുടെ കൗമോ? കുട്ടികളില്ലെങ്കിൽ ദുആ ചെയ്തത് സീമടവനോട്. ആലോചിച്ചു, ചെവി പഴുത്തിട്ട് ആ മുറി പോലും മാറാതെ മരിച്ച മനുഷ്യനാണ് അയാൾ. എന്നിട്ട് മനുഷ്യന്മാരെന്താ പറയുന്നത്? അദ്ദേഹം ഞാനാണ് റബ്ബ്, അല്ലാഹ് എന്ന് പറഞ്ഞു, അനല്ലാ എന്ന് പറഞ്ഞു. അബ്ദുസ്സമദ് പറഞ്ഞതാണ്, അനല്ലാ എന്ന് പറഞ്ഞു, ഞാനാണ് അല്ലാഹ് എന്ന് സിഫോട്. അപ്പൊ ഉറപ്പായില്ലേ ഭ്രാന്താണ്? കാര്യബോധമുള്ള ആരെങ്കിലും പറയും അനല്ലാ? അബ്ദുല്ലാ എന്നായി പറഞ്ഞു ഈസാ നബി. ഇനി അബ്ദുല്ലാ, ഞാൻ അള്ളയാന്നല്ല, ഇനി അബ്ദുല്ലാ അള്ളാന്റെ അടിമയാണ്. ഈസാ നബിയെ ബാപ്പല്ല, പറയാനേ പറയേണ്ടിരുന്നത് എന്താണ്? ഞാൻ തിരക്കേടില്ലാത്ത അവസ്ഥയിലുള്ള ഞാനല്ല പറഞ്ഞു, ഞാൻ അള്ളാന്റെ അടിമയാണ്. ഖുർആനാ 19-ാം അധ്യായം 31-ാമത്തെ വചനം. ഇബാദുർ റഹ്മാൻ, അള്ളാന്റെ അടിമകൾ, ഇവരൊക്കെ അള്ളാന്റെ അടിമകളല്ലേ എന്ന് പറയുന്നത് ഞാൻ അള്ളയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. നമ്മൾ പല പ്രത്യേകിച്ച് പണ്ട് കാലത്തെ പോലെയല്ല, സാധാരണക്കാർ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാവും, സുന്നി, KP, അതുപോലെ പല ഗ്രൂപ്പ്. അതിലൊക്കെ ഇങ്ങനെ ഒരിഞ്ഞ പോരാട്ട എല്ലാ വിഷയവും, ആകാശത്തിന്റെ വീട്ടിൽ എല്ലാ വിഷയവും അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മൗലികമായി ചർച്ച ചെയ്യണം. സക്കറിയ നബി എന്തുകൊണ്ട് കറാമത്തുണ്ടായിട്ട് മറിയം ബീവിയോട് തേടിയില്ല? കറാമത്ത് ഒരു വ്യക്തിയുടെ കഴിവല്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി അള്ളാഹ്ക്ക് മാത്രം കഴിഞ്ഞൊരു കാര്യം. അത് മറിയം ബീവിയുടെ കഴിവല്ല. ഒരു വടി നിങ്ങൾ ശരിക്കും എന്തിനുണ്ടോ? ഒരു വടി പാമ്പാവില്ല, ആരും വിചാരിച്ചാൽ. ഏത് മജീഷ്യൻ, നിങ്ങൾ എന്താ വിചാരിച്ചത്? മൂസാ നബിന്റെ കൂടെയുള്ള മജീഷ്യന്മാർ വടിയിട്ടപ്പോൾ പാമ്പായിന? അത് വടിയായി കടക്കിടന്നു. ആ ഇട്ടടത്തുനിന്ന് ഒരു ഇഞ്ച് അത് അനങ്ങിയിട്ടില്ല. പിന്നെ എന്തേ സംഭവിച്ചേ? അറിയോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ഒരു ഇഞ്ച് ആ വടി ആ ഇട്ടടത്തുനിന്ന് അനങ്ങിയിട്ടില്ല. വടി അല്ലാത്ത വേറൊന്നതായി മാറിയിട്ടില്ല. മൂസാ നബി പോലും പാമ്പാന്ന് പറഞ്ഞ പുറകോട്ട് പോകുകയും ചെയ്തു. അതെന്തുകൊണ്ട്? ചിന്തിച്ചിട്ടില്ല എപ്പോഴെങ്കിലും? മൂസാ നബിന്റെ എതിരാളികൾ ഇട്ട വടി ഒരു പൊടിക്ക് മുന്നോട്ട് പോയിട്ടില്ല, ഒരു പൊടിക്ക് ബേക്കോട്ടും പോയിട്ടില്ല. പക്ഷെ എഴയുന്ന പാമ്പായിട്ട് മൂസാ നബിന്റെ കണ്ണിന് തോന്നാനുള്ള കാരണം എന്താ? മൂസാ നബിയുടെ കണ്ണിന് സിഹിർ ബാധിപ്പിക്കാൻ ആ മജീഷ്യന്മാർ പഠിച്ചിരുന്നു. അതുകൊണ്ടാണ് സൂറത്ത് ബഖറയിലെ 2-ാമത്തെ വചനത്തിൽ പറഞ്ഞത് ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചു. ശരിക്കും മനസ്സിലാക്കിയോ? മൂസാ നബി ഒരു സാധാരണ വടി അവിടെ ഇട്ടിട്ട് ആ വടി ഒരു ഇഞ്ച് അണങ്ങിയിട്ടില്ല. അത് പാമ്പുമായിട്ടില്ല, തേളുമായിട്ടില്ല, ഒന്നും ആയിട്ടില്ല, വെറും വടിയാണ്. എന്നിട്ടും എന്ത്? ആ മൂസാ നബി ഇട്ട വടിയോ പാമ്പായി തോന്നിയതാ? അല്ല, അത് യാഥാർത്ഥ്യമായി മാറിയത്. എന്തുകൊണ്ട്? മൂസാ നബി വടി ഇട്ടിട്ടേ ഉള്ളൂ, അതിനെ പാമ്പാക്കി മാറ്റിയതാരാ? അല്ലയോ? ഈ വ്യത്യാസം. മറ്റേത് പാമ്പ് ആകുന്നില്ല, തേട് ആകുന്നില്ല, ഒന്നും അങ്ങനെ. പാമ്പായിട്ട് നമുക്ക് തോന്നുന്നത് മാത്രമേ, നമ്മുടെ കണ്ണിന് തോന്നുന്നത് മാത്രമേ. കണ്ണിനാണ് സിഹിർ ചെയ്യപ്പെടുന്നത്, നമ്മുടെ കൽബിനാണ് സിഹിർ ചെയ്യപ്പെടുന്നത്. ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ മാജിക് എന്ന് പറയുന്ന സംഗതി അല്ലേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നറിയോ? മനുഷ്യന് വടീനെ പാമ്പാക്കാൻ കഴിയൂല, ടബ്ബല് മുയലാക്കാൻ കഴിയൂല, സാധ്യമേ അല്ല. നമ്മൾ അത്ഭുതം നിൽക്കുന്നത് കണ്ണ് അത്ഭുതം. അങ്ങനെ സാധിക്കുന്നവർക്ക് വേറെ സാധിക്കുന്നില്ല, എനിക്കും നമുക്ക് സാധിക്കുന്നില്ല. പഠിക്കുകയാണ്, പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് അള്ളാഹ് പറഞ്ഞതാകുള്ളൂ. അതിന് വ്യാഖ്യാനമൊന്നുമില്ല, അതിന് അതിന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് ശരിക്കും ഈ സംഗതി പഠിച്ചാലല്ലാതെ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. സാഹിറന്മാര് ചെയ്യുന്നതൊക്കെ തന്ത്രമാണെന്ന് പഠിച്ചാൽ മാത്രമേ ഓർക്ക് കഴിവില്ലാതെ മനസ്സിലാവൂ. നേരെ മറിച്ച് നമ്മുടെ ആളുകളെ നമ്മളെ എതിർക്കുന്നവരെന്താ പറയുന്നത്? അതൊക്കെ കഴിവുണ്ട് എന്നാണ്. അങ്ങനല്ല, അതല്ല. അപ്പോഴേ ജനങ്ങൾ ശിർക്ക് പോവുള്ളൂ. ഇതൊക്കെ അവരുടെ കഴിവാണ്, അവർക്ക് പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ശിർക്ക് പോകും. ഇത് പൈശാചികമാണ്, ഇത് വേറൊന്നുമല്ല, അതിനപ്പുറത്തൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയാലോ അവർക്ക് കഴിവില്ല. അതുകൊണ്ട് അതിൽ മെനക്കെടണ്ട, അവർക്ക് ചെയ്യാൻ പറ്റൂല.
അതാ തൗഹീദിന്റെ പ്രൊട്ടക്ഷൻ അവിടെയാ. മറ്റേത് ശിർക്കിലേക്കുള്ള പോക്കാ. അത് ശരിക്കും മനസ്സിലാക്കി ക്ലാരിറ്റി വരുത്തി പഠിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായ കാര്യമാണ് ശിർക്കിന്റെ യാതൊന്നും നമ്മുടെ ഇടയിലേക്ക് വരാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടത്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അത് വരരുത് എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, അതാണ് അള്ളാഹു ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപം അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ആ രംഗത്ത് ശിർക്കിന്റെതോ കുഫറിന്റെതോ, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. ഒരു വലിയൊരു കല്യാണം. അപ്പൊ ആ കല്യാണത്തിൽ ഒരു മുല്യനാണ് നിക്കാഹ് ചെയ്തത്. അപ്പൊ ആ നിക്കാഹ് നടന്നിട്ട് അൽഫാത്തിയ കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് ഹളറത്തി പിന്നെ വിളിക്കാൻ തുടങ്ങി. അത് വിളിച്ചു തുടങ്ങി. ഞാൻ എണീറ്റ് നല്ല അച്ചടക്കമുള്ള സദസ്സാണ്. എല്ലാവരും പിൻഡ്രോപ്പ് സൈലൻസ് ഇരിക്കുന്നിടത്തുനിന്ന് ഞാൻ എണീച്ച് പോയപ്പോ അതൊരു മുറുമുറുപ്പുണ്ടാക്കി ആ സദസ്സിൽ. കാരണം അള്ളാനെ വിട്ടിട്ട് സകല ശൈഖന്മാരെയും വിളിക്കുകയാണ് ഈ കാക്ക കുത്തിരുന്നിട്ട്. മനസ്സിലായില്ലേ? അവർക്ക് ഒരുപ്പായി. കാരണം മനുഷ്യനത് മുഷിപ്പിച്ചിട്ട് എത്രയോ കാരണം ഔലിയാക്കളെ ലക്ഷക്കണക്കിന് ഡീറ്റെയിലൊക്കെ വിളിച്ചു തീരുന്ന ചില്ലറ സമയം മതിയോ? അപ്പൊ അതിലൊരാൾ പറഞ്ഞു, കള്ളക്കാക്ക നേരം എടുക്കുന്ന നിങ്ങൾ വിളിച്ചോളി, ഞങ്ങൾ പോയി ചോർന്ന് പോവുകയാണ്. എത്രയും ദുഷിച്ച സദസ്സിന്റെ മര്യാദ പോലും അറിയാത്ത മനുഷ്യന്മാരെ പറഞ്ഞു. ശിർക്കിന് വേണ്ടിയിട്ട് സൃഷ്ടികളോട് അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട്, ഒരു കാലഘട്ടം വരും സൃഷ്ടാവിനെ മറക്കും, സൃഷ്ടികളെ ഓർക്കുകയും ചെയ്യും, സൃഷ്ടികളെ ഇഷ്ടപ്പെടും. അപ്പൊ സൃഷ്ടികളുടെ മാത്രം ഓടി പെട്ടിയായിട്ട് നൗഷാദ് ഹുസൈനി എന്തിന് സീമടവിനെ പറ്റി പറയാൻ, അള്ളാനെ പറ്റി പറയാൻ. മൂസാ നബി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പറയുന്നത്? പടച്ചോനെ റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർലീ അംരീ, എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കണേ. എന്താ കാര്യം? ഫിറഔന്റെ കൊട്ടാരത്ത് പോയിട്ട് പോകുമ്പോ തൗഹീദ് പറയാനുള്ള ചങ്കുറ്റം തരണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ മൂല്യന്മാരോ അള്ളാനെ പറ്റി കേരളത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു മുഹമ്മദ് അക്സനി പകരക്കാരനുണ്ട്. പകരം വെക്കാനില്ലാത്ത പകരം, വിവരക്കേടിന് പകരം വെക്കാനില്ലാത്ത പകരം. ജീവിതത്തിൽ അള്ളാന്ന് പറഞ്ഞത് തന്നെ വളരെ കുറവായി. അള്ളാന്റെ മഹത്വം അയാൾ പ്രസംഗിച്ചു. 1 മിനിറ്റ് പ്രസംഗം. ഞാൻ ചാരിയത്ത് പോയി അദ്ദേഹത്തിന്റെ ദർസ് പറ്റി പ്രസംഗിച്ചു. അപ്പൊ അയാൾ എനിക്ക് മറുപടി എന്നറിയോ? ശരിയാണ് ബാലിശ്ശേരി പറഞ്ഞ, അള്ളാനെ പറ്റി ഞാൻ പറയാറില്ല, റസൂലിനെ പറ്റി പറയാറില്ല, എന്നെ മതി, എനിക്ക് അധികം. നമുക്ക് ആ കൃത്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഞാൻ അള്ളാനെ പറ്റി പറയാറില്ല, റസൂലിനെ പറ്റി പറയാറില്ല, എനിക്ക് അതെന്നെ മതി. ചെങ്ങായി മറുപടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് പകരാസനെ റബ്ബിനെ പറ്റി പറഞ്ഞു എന്നെ കേൾപ്പിച്ച് ഞങ്ങൾ പറയുന്ന പണിയെടുക്കും. 1 മിനിറ്റ് പടച്ച റബ്ബിനെ കുറിച്ച് 950 വർഷം റബ്ബിനെ കുറിച്ച് മാത്രം പറഞ്ഞ ആളാണ് ആര്? നൂഹ് അലൈഹി. വേറെ എന്തെങ്കിലും മാറ്റർ പറഞ്ഞോ? ഭാര്യ ഭർത്താവ് ഇങ്ങനെ പെരുമാറേണ്ടതെന്ന് നൂഹ് നബി പറഞ്ഞ ഒരു വചനം കൂടെ അല്ലെങ്കിൽ കാണിക്കാൻ പറ്റും? തൗഹീദ് മാത്രം 950 വർഷം. 950 വർഷം 9 സെക്കൻഡ് പടച്ചവനെ പറ്റി പറയാത്ത വൈദ്യന്മാരുണ്ട്. 9 സെക്കൻഡ് ജീവിതത്തിൽ ജനിച്ചിട്ട് മരിക്കുന്നവരെ പടച്ചവനെ പറ്റി പറയാത്ത, പടപ്പുകളെ പറ്റി പറയുന്ന ആളുകൾ. എന്നിട്ട് ആ പൗവും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ. ഞാൻ പലപ്പോഴും വിചാരിക്കാം, എന്താ ഉമർ ബിൻ ഖത്താബിനെ ഒന്ന് തിരിച്ചയച്ചാൽ ഒരൊറ്റ കുട്ടിക്ക് തലപ്പാവ് വെക്കാൻ തല ഉണ്ടാവില്ല, അദ്ദേഹം ജീവിച്ചിരുന്നു മതി. മനസ്സിലായിക്കോളെ? ഇസ്ലാമിന്റെ തൗഹീദ് ഒറ്റ ജ്യോത്സ്യന്മാരെ കൊല്ലാനായിരുന്നു വിധി. എന്താ ജ്യോത്സ്യന്മാരെ കൊന്നത്? ഇസ്ലാമിക ഭരണകൂടം അത്ര മഹാപാതകമാണ് ചെയ്യുന്നത്. ജ്യോത്സ്യന്മാരെ കൊല്ലാനാണ് ഇസ്ലാമിക ഭരണകൂടത്തിൽ വിധി. ശിർക്കിനും കുഫറിനും വേണ്ടി വാദിക്കുന്ന ഒരു ഇസ്ലാമിക ഭരണകൂടം കെട്ടിയിട്ടു, നിലക്ക് നിർത്തി. വടികൊണ്ട് വരെ അടിച്ചു പലരെയും. ഉമർ ബിൻ ഖത്താബിൽ തന്നെ അടിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ പറ്റി തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചിട്ട് ഒരാളെ അടിച്ചിട്ട് കൊലച്ചിൽ മുറിയുന്നത് വരെ അടിച്ചു. രണ്ടാമതൊരു കൊലച്ചെടുത്ത അദ്ദേഹം പറഞ്ഞു, ഞാൻ നന്നാകാനാണ് ഇന്ന് അടിക്കുന്നതെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് തന്നെ നന്നായിട്ടുണ്ട്, കൊല്ലാനാണെങ്കിൽ അടിച്ചുപൊളിയും. ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, ആദ്യം അടിക്കുന്ന ഞാൻ നന്നായി പോയിട്ടുണ്ട്, നന്നാക്കാനാണെങ്കിൽ ഞാൻ മറ്റേ പറയില്ല. അങ്ങനെ പോലീസിൽ പ്രയോഗിക്കാൻ ആളുണ്ടായിട്ടാണ് ഇവിടെ കസറത്ത് സുവാലായിട്ട് ആളുകൾ നടത്തുന്നത്. ഒരു ജനത നശിവാനുള്ള ഏറ്റവും മൗലികമായ കാരണങ്ങളിൽ നിന്ന് കസറത്ത് സുവാലാണ്. അധികരിച്ച ചോദ്യങ്ങളാണ്. ചോദിക്കാതെ നമ്മൾ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് അധികരിച്ച ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിന്റെ പിന്നിൽ ഈ ജനത നശിച്ചു, തകർന്നു, തരിപ്പണമായി. അധികരിച്ച ചോദ്യങ്ങൾ സഹാബത്ത്. എനിക്ക് ഞാനിങ്ങനെ ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ നിങ്ങളോട് പറയാം. ബദർ യുദ്ധത്തിൽ മലക്കുകൾ പങ്കെടുത്തു, ശരിയല്ലേ? എന്തായിരുന്നു അള്ളാഹിനോട് റസൂലും സഹാബത്തും ആവശ്യപ്പെട്ട്? ഞങ്ങളെ സഹായിക്കണം. എങ്ങനെ, ഏത്, ആരെ കൊണ്ട്, എന്തെന്നൊക്കെ പറഞ്ഞോ? അള്ളാഹ് സഹായിക്കും. അള്ളാഹ് എന്ത് ചെയ്ത്? കഴിവുള്ള മലക്കുകളെ അതിന് തെരഞ്ഞെടുത്ത് പറഞ്ഞു. സത്യല്ലേ? ബദർ യുദ്ധത്തിൽ മലക്കുകൾ പങ്കെടുത്തു സഹാബത്തും റസൂലിനെ അറിയില്ലേ? അറിയാം. എന്നാൽ ഉഹദ് യുദ്ധത്തിൽ വന്ന ആ മലക്കുകൾ ഇവിടെ പരിസരത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വിളിച്ചോ? ഇല്ല. വിളിച്ചോളേന്ന് ചോദിച്ചോ? എന്തേ ചോദിക്കാതിരുന്നത്? എന്താണ് ചോദിക്കാറുള്ളത്? അതൊരു വലിയ സംഗതിയാണല്ലോ. മലക്കൽ ഞാൻ കിടക്കുമ്പോൾ നല്ല മലക്കുകളോട് എന്നെ വിളിച്ചോണ്ടാൻ പറ്റും, നല്ല ജിന്നിനോട് എന്നെ വിളിച്ചോണ്ടാൻ പറ്റുന്നൊക്കെ ചോദിക്കണ്ടല്ലോ. ആ ചോദ്യം തന്നെ കസറത്ത് സുവാലാണ്. അത് ചോദിച്ചു തുടങ്ങിയത് മടവൂരികളാണ്, പഴയ മടവൂരികൾ കേട്ടോ. പക്ഷെ മൂപ്പർക്ക് ഇപ്പോഴും സുഖമൊന്നും മാറിയിട്ടില്ല. അതേപോലെ തന്നെ ഉണ്ട് വേറൊരു വിഷയം. ഞാൻ പറയുന്നത് ഈ കസറത്ത് സുവാൽ ചോദിച്ചു, അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടായി. ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ. അതുകൊണ്ട് റസൂൽ പറഞ്ഞു കസറത്ത് സുവാൽ ഒരു സമൂഹത്തിന്റെ നാശത്തിന് ഹേതുവാണ്, അങ്ങനെ ചോദിക്കരുത്. മൂസാ നബിയുടെ ഖൗമ് ഒരു പശുവുമായി ബന്ധപ്പെട്ട് ചോദിച്ചുവല്ലോ, അത് അവരെ നശിപ്പിച്ചുവല്ലോ, അത് വലിയ തകരാറായിരുന്നുവല്ലോ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഞാൻ ഉപേക്ഷിച്ചതായതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കും. ആവശ്യമില്ലാത്ത ചോദ്യമായിട്ട് നിങ്ങൾ പിന്നാലെ കൂടലേ. അങ്ങനെ ചോദിച്ചാൽ ചിലതൊന്നും നിങ്ങൾക്ക് താങ്ങാനാകാത്ത ഉത്തരമായിരിക്കും, അത് നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത, സഹാബത്ത് ചോദിച്ചിട്ടില്ലാത്ത, താബികൾ ചോദിച്ചിട്ടില്ലാത്ത ഒരു ചിന്തയോ ചോദ്യമോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ അർശിലെ ഇരുത്തത്തെക്കുറിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ സദസ്സിൽ വെച്ച ഒരാൾ ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹ്മത്ത് ഉറുങ്ങാമ്പഴ പോലെ ചുവന്നു കൊടുത്തു, അവനെ പിടിച്ച് പുറത്തു. അങ്ങനെ പറഞ്ഞ ആ ചോദ്യം എന്താണ്? ആ അള്ളാഹുവിന്റെ അർശിലെ ഇരുത്തം എന്നത് ഇവിടെ പൂർണ്ണ തെളിവോടുകൂടി സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ ചോദ്യം ബിദ്അത്താണ്, അതുകൊണ്ട് അവനെ പിടിച്ചിട്ട് പുറത്തേക്കളാം.
ഓനെ പിടിച്ചാൽ പുറത്താക്കുന്ന പറഞ്ഞു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചവനെ സദസ്സിന് പിടിച്ച് പുറത്താക്കാൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവർ അതിനെ സംരക്ഷിച്ചത്. കാരണം ഓനെ ചോദ്യത്തിന് വിടുകയും ഉത്തരം പറയുകയും ചെയ്ത് അടുത്ത വേറെ ചോദ്യം. അതുകൊണ്ട് കസറത്ത് സവാലിന്റെ വാതിലുകൾ മഹാന്മാർ കൊട്ടിയടക്കുക. അനാവശ്യമായ ചോദ്യങ്ങൾ ഏത് പണ്ട് കർമ്മശാസ്ത്രം ചർച്ച ചെയ്തപ്പം ഈ പാളക്കിതാബിൽ ചർച്ച ചെയ്തല്ലോ, പള്ളിയിൽ ഒരു മരം ഉണ്ടായി, മരം ജനലിന്റെ പുറത്തുകൂടി വളർന്നു. അങ്ങനാണെങ്കിൽ ആ പള്ളിയിൽ വളർന്ന മരത്തിന്റെ പുറത്തുള്ള കൊമ്പിൽ എഴുത്തിക്കാപ്പിരുന്ന കൂലി ഇട്ടു വന്നു. എങ്ങനെയുണ്ട്? ആ ജാതിയാണ് ഇന്നത്തെ സമുദായത്തിൽ ഉണ്ടാക്കി ചോദിക്കുക ഓരോ ചോദ്യം. ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏതോ സൃഷ്ടികളായിക്കോട്ടെ, അള്ളാന്റെ മഖ്ലൂഖ്, ആ മഖ്ലൂഖിനോട് കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി നാം എന്ത് ചോദിക്കുന്നുവോ അത് പ്രാർത്ഥനയായി. അത് ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും അത് വളരെ ഗൗരവമായി പുനീത മദനിയുടെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിലും തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന പുസ്തകത്തിലും അരക്കെട്ടുറപ്പിച്ച് പഠിപ്പിച്ചു. മൗലവി പഠിപ്പിച്ചു, എല്ലാവരും പഠിപ്പിച്ചു. അത് ഖുർആനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു ആശയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലുടനീളം ഒരിടത്തും ഒരു കാരണവശാലും ശിർക്കിന്റെ അംശങ്ങൾ വരിക എന്നത് നമ്മുടെ മക്കളെ നിങ്ങൾ നോക്ക്. മന്ത്രി ചോദി ചരട് കെട്ടി 10 പേര് റസൂലുള്ളാഹിക്ക് കൈ നീട്ടി 9 പേർക്ക് നബി കൈ കൊടുത്തു. 10ാമത്തെ ആളിൽ നിന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വലിച്ചു. ആളുകൾ ചോദിച്ചാൽ എന്താ 9 പേർക്ക് കൊടുത്ത കൈ എന്താ 10ാമത്തെ കൊടുത്ത? മന്ത്രി ചോദിച്ചു ചരട് കെട്ടിയിരുന്നു. അതുകൊണ്ട് ഇസ്ലാമായി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇന്ന് നബി വന്നാലോ പേരിച്ചാകൾ അരക്കെട്ടിലുണ്ടാവും വലിയ ചരട്. ഇസ്ലാമിക സമൂഹത്തെ കുരക്കുന്ന തുരപ്പന്മാരില്ലേ പോലെ അരക്കെട്ടിലും കാലിലും കൈത്തണ്ടയിലും ഒക്കെ ഉണ്ടാവും. അബ്ദുല്ലാഹി മസൂദ് വീട്ടിലേക്ക് കയറി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലേക്ക് കയറി ചെന്നപ്പോൾ മന്ത്രി ചോദിച്ചായിരുന്നു, നബിയുടെ കുടുംബത്തിൽ ശിർക്കിന്റെ ചരടോ എന്നാണ് അബ്ദുല്ലാഹി മസൂദ് ചോദിച്ചത്. അത്രയും ഗൗരവമായിട്ടാണ് അവർ ആ വിഷയത്തെ കണ്ടത്. തബക്കുൽ ചരടിലാകാൻ പാടില്ല. ഒരുപാട് വ്യത്യസ്ത സംഗതികൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഏത് രംഗത്താണോ ശിർക്കിന്റെ അംശങ്ങൾ വരുന്നത് അതെല്ലാം വളരെ ശ്രദ്ധിക്കണം. ശിർക്കുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, ശിർക്കുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ. ഇപ്പൊ സത്യത്തിൽ കേരളത്തിലെ അവസ്ഥ എന്താ? നിങ്ങൾ ചെറിയൊരു നാളും വലിയൊരു നാളും മുസ്ലിങ്ങളെ ഓണോ, അത് ഒന്നാമത്തെ മുസ്ലിങ്ങളെ. ഇപ്പൊ മുസ്ലിങ്ങൾ പറയുന്നല്ലോ ഓണം എന്റെതല്ല, എന്റെതാ, നമുക്ക് ഞാൻ ഉണ്ടായി തിരികെ തിന്നി കുടിക്കുകയും ചെയ്തോണ്ട്. ഓണത്തിനോട് അടുക്കല്ല, ഞാൻ അറിയുന്ന ആമിന വിട്ടുപോയി. എല്ലാത്തിലും മുന്നിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒക്കെ കണ്ട ക്രിസ്മസ് നിങ്ങളല്ല ഞങ്ങളുടെ ഒക്കെ മുസ്ലിങ്ങളാണ്. അങ്ങനെ ആയാലാണ് അത്രേ ആകുക. അതൊക്കെ ശിർക്കുമായി ബന്ധപ്പെട്ട, ശിർക്കും കുഫറുമായി ബന്ധപ്പെടാത്ത ഒരാഘോഷവും ഈ 2 പെരുന്നാളുകളിൽ പട്ടാമ്പി നേർച്ചയായാലും കൊണ്ടോട്ടി നേർച്ചയായാലും പറഞ്ഞതായാലും ഒക്കെ ഓണത്തിന്റെ കാസിൽ തന്നെ ശിർക്കാണ്. അതിൽ സഹകരിക്കുക. പുണ്യത്തിലും നന്മയിലുമല്ലാതെ സഹകരണം പറയുന്നത്. ഓരോ സമൂഹത്തിനും അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ വിശ്വാസമായിട്ട് ജീവിക്കുക. മണ്ഡലം നോമ്പ് നോറ്റു 40-41 ദിവസം. ഏതെങ്കിലും ഒരു ഹിന്ദു നമ്മുടെ ചോദിക്കും, ഈ ശബരിമല സീസൺ ആണല്ലോ, ഈ ഡിസംബർ നമ്പർക്ക് നിരക്ക് പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഹൈന്ദവൻ ശബരിമലയിലേക്ക് പോകാൻ മണ്ഡലം നോമ്പ് നോറ്റെടുത്താൽ നമ്മുടെ ചോറുമോ ഓനാരെങ്കിലും വർഗീയവാദി എന്ന് വിളിക്കണ്ടോ? ഇല്ലെങ്കിൽ അവരുടെ ഈമാനെങ്കിലും മാപ്പിളാക്കുണ്ടാകും. അവരെങ്ങനെ എത്ര വിളിച്ചോണ്ടുന്നോ ഒന്നുമില്ല. അവരുടെ ഈമാൻ, ഞാൻ അതാ പറയുന്നത്, ചന്ദനും പോത്തനുമുള്ള ഈമാൻ ആരെങ്കിലും മാപ്പിളാക്ക് ഉണ്ടാകുക. എല്ലാം അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മുസ്ലിം സമുദായം എന്തിനൊക്കെ എന്ത് നിങ്ങൾ എടുത്തു നോക്ക്, എത്ര വലിയ ജീർണത. നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താ? 38 കീറുള്ള ജീൻസ് ആയിരുന്നു പെൺകുട്ടി ആൺകുട്ടി. പണ്ടൊക്കെ ജീൻസ് കീറിയാലേ നമ്മൾ പറയൽ എന്തായാലും പാവം ലൈറ്റായിരിക്കും, അല്ലെങ്കിൽ എവിടെ വീണ് കീറിയതായിരിക്കും. ഇന്നങ്ങനെ ടെക്സ്റ്റൈൽ ചോദിച്ചു 350 കീറില് സെന്റർ പൂർണ്ണമായിട്ട് കീറണം ഒക്കെ കാണുമെന്ന്. അങ്ങനത്തെ വല്ലതും ഉണ്ടോ? അത് പറഞ്ഞു. എനിക്ക് പേടിയില്ല. അവസാനം പിറകും മുന്നും ഇല്ലാത്തതും കൂടി ഇറങ്ങുമെന്ന് അടുത്താഴ്ച ഇറങ്ങി കൂടെ കീറി. പിന്നെ നമ്മളിപ്പോ സാധാരണ ഞാൻ പറയുമ്പോൾ തെറ്റിയിരിക്കുന്നത് നെരുന്ത് പോലത്തെ ചെറുപ്പക്കാരൻ, നെരുന്ത് പോലത്തെ പെൺകുട്ടിയോ ഇപ്പൊ ഒരുങ്ങിപ്പോന്ന ഇങ്ങനെ കോളേജിലേക്ക് പോകുമ്പോൾ ചുണ്ട് ഇത്ര കട്ടി ഉണ്ടാവും, ഇത്ര ചുണ്ടിൽ ഇത്ര കട്ടി. കവള നോക്കിയതായിരിക്കും. അത് എത്ര വീതിയിൽ പൊട്ടിച്ചിട്ട് റെഡിയാക്കി ഇങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് അതിനൊരു പ്രശ്നം ഉണ്ടാവും. അത്ര വലിയ ജീർണത ഈ ഉമ്മത്തിൽ സാമൂഹിക രംഗത്തും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസ രംഗത്തെ ജീർണതയോടൊപ്പം ധാർമ്മിക രംഗത്തും അങ്കുരിച്ചിട്ടുള്ള സകലമായ ജീർണതകളെയും ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പരിപൂർണമായ ഇസ്ലാമിലേക്കുള്ള മടക്കം. അതുകൊണ്ട് ഒരു ആയത്തൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. സൂറത്ത് ബഖറയുടെ 208-ാമത്തെ വചനമാണ്. അതിൽ പറയുന്നത് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ എന്ന് പറയുന്നത് വിശ്വസിച്ചവരെ നിങ്ങൾ വിശ്വസിക്കൂ. അതൊക്കെ വല്ലാത്ത പ്രയോഗമാണ്. സത്യവിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. പിശാച് നിങ്ങളുടെ മുമ്പിൽ ഇട്ടു തരുന്ന കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. അവൻ എന്നും നിങ്ങളുടെ ശത്രുവാണ്. അവൻ എന്നും നിങ്ങളുടെ ശത്രു. പിശാചി എന്നും ശത്രുവാണ്. മനുഷ്യരൊന്നും ശത്രുവല്ല. ഇന്ന് ശത്രുവായ നാളെ മിത്രം, ഒന്ന് മിത്രായ നാളെ ശത്രുവാകും. അതുകൊണ്ടാണ് അസല്ലാഹു അൻ യജഅല ബൈനക്കും എന്ന ഖുർആൻ വചനം 60-ാമത്തെ വചനത്തിലുണ്ടായത്. ആ വചനത്തിൽ പറയുന്നത് എന്തറിയോ? അള്ളാഹു ഉദ്ദേശിച്ച ഇന്ന് നിങ്ങൾക്കിടയിൽ ശത്രുതയുള്ളവരുമായി നിങ്ങൾ അള്ളാഹു രഞ്ജിപ്പിലാക്കുന്ന അള്ളാഹുവിന് കഴിവുള്ളവരെയും അള്ളാഹു ഏറെ പൊതുക്കുന്നവരുമാണെന്നാണ് 60-ാമത്തെ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മിത്രമാകാത്ത ഒരാള് പിശാചി മാത്രമാണ്. ആ പിശാചിനെ കൂട്ടാളിയായി സ്വീകരിച്ചവർ നശിച്ചു പോവുക തന്നെ ചെയ്തു. പിശാചിന്റെ പരലോകത്തോടെ ഞങ്ങൾ വിളിച്ചു.
നിങ്ങൾ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ നിങ്ങൾ വിളിക്കേണ്ടത്, നിങ്ങൾ ആ വിളിക്കാരൻ നിലയ്ക്ക് നിങ്ങൾ എന്നെ പറ്റി പരാതി പറയണ്ട, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തന്നെ പരാതിയായിക്കോളൂ എന്ന് പറഞ്ഞ് പിശാച് ഒഴിഞ്ഞു പോകും എന്ന് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് പിശാച് നമുക്ക് ഭംഗിയാക്കി തരുന്ന ഏത് കാര്യവും അത് നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് പ്രതികൂലമായ അത് ഫലിക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രംഗത്തും പഠിക്കുകയും മനസ്സിലാക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഹദീസുകളിൽ അഗാധമായി പഠിക്കാൻ ശ്രമിക്കുകയും ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നേർപ്പദം അതെങ്കിലും ചേർത്തി അതെങ്കിലുമുള്ള ലേഖനം ഒരു 45 മിനിറ്റ് വായിച്ചു തീർക്കുകയും പീസ് റേഡിയോയിലൂടെയും നമ്മുടെ നേർവഴിയിലൂടെയും അതുപോലെ സ്നേഹക്കൂടിലൂടെയും ഒക്കെ നമുക്ക് ഇതെല്ലാം പഠിച്ചു മുന്നോട്ട് പോകണം. ആ കൂട്ടത്തിൽ ആദരണീയനായ ഹാരിസ് ബിൻ സലീം അല്പം അസുഖം ബാധിച്ച് പ്രയാസത്തിലായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഒരുപാട് ആളുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. ഒന്നുകൂടി നമ്മുടെ കുടുംബത്തെ ഇസ്ലാമീകരിക്കുന്നതിൽ വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ രക്ഷിതാക്കളാണല്ലോ വാങ്ങിക്കൊടുക്കുന്നത്, അവരൊക്കെ കുറേയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാത്തിലും മാറ്റം വരുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാക്കുക. സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ ഇക്കാര്യങ്ങളിലൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുകയും അവനവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പുലർത്താൻ ശ്രമിക്കുകയും തൗഹീദിൽ ഒരു നിലക്കും അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൽമുൽമിൻ എന്ന് നമ്മൾ 6-ാം അധ്യായം 82 പറഞ്ഞ പോലെ ഈമാനിൽ ഒട്ടും മുൽമ കലർത്താത്ത വിശ്വാസ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന അങ്ങനെ അള്ളാഹിനെ ഏറെ തൃപ്തിപ്പെടുന്ന തൗഹീദിൽ 100% പക്കയാകുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് കൂടിയാലോചനകളുടെ ശേഷം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ ടോപ്പിക്കുകളും സമൂഹത്തിന് വ്യത്യസ്ത രൂപത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കുടുംബരംഗം, സമൂഹരംഗം, വിദ്യാഭ്യാസ രംഗം, സ്കൂൾ തലം, കോളേജ് തലം, അതുപോലെ MBBS പഠിക്കുന്നവർ, അതുപോലെ വേറെ മൊത്തം മെഡിസിനും അതുപോലെ എഞ്ചിനീയറിംഗിനും വ്യത്യസ്തമായ പ്രോഫ്കോണും പ്രൊഫഷണൽ സമ്മേളനങ്ങളും എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സമൂഹം എന്ന വ്യത്യസ്ത തട്ടിലുള്ള ആളുകൾക്ക് ഒരു തരം കൃത്യമായ നവോത്ഥാനത്തിന്റെ വഴികളിലേക്ക് അവരെ നയിക്കാനും തർബീയത്തും തസ്കിയത്തും നൽകി അവരെ ശുദ്ധീകരിക്കാനുമാണ് സർവശക്തനായ അല്ലാഹു ഇക്കാര്യം അടിവരയിട്ട് മനസ്സിലാക്കി പഠിച്ച് വിലയിരുത്തുന്ന രൂപത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ നാസർ ബാലുശ്ശേരി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത ക്ലാസ്. ആ ക്ലാസ്സും കഴിഞ്ഞാണ് നമ്മൾ പിരിയുക. സർവശക്തനായ പടച്ച തമ്പുരാൻ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.